शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। ഓം ശാന്തി. ഇന്ന് 16/11/2025 അവ്യക്തമുരളി. റിവൈസ് ഡേറ്റ് 15/12/2007. മുരളിയുടെ ഹെഡിങ് ആണ് സമയ്ക്ക് മഹത്വ കോ ജാൻ, കർമ്മ കി ഗുഹ്യ ഗതി കാ അറ്റൻഷൻ രഖോ, നഷ്ടോ മോഹ എവർ റെഡി ബനോ. ബാബയുടെ ഇന്നത്തെ അവ്യക്തമുരളിയുടെ ഹെഡിങ് ആണ് സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് കർമ്മത്തിൻ്റെ ഗുഹ്യഗതിയിൽ അറ്റൻഷൻ വയ്ക്കൂ, ശ്രദ്ധ വയ്ക്കൂ. അതുപോലെ നഷ്ടോമോഹയായും എവറടിയായും മാറൂ. ആജ് സർവ ഖജാനോം കെ ദാതാ, ജ്ഞാൻ കാ ഖജാന, ശക്തിയോം കാ ഖജാന, സർവ ഗുണോം കാ ഖജാന, श्रेष्ठ संकल्पों का खजाना देने वाला बाप दादा अपने चारों ओर के खजाने के बालक सो मालिक अधिकारी बच्चों को देख रहे हैं. അപ്പോൾ ഇന്ന് ബാബ പറയാണ് സർവ ഖജനാക്കളും നൽകുന്നത് ആരാണ്? ബാബ. ഏതൊക്കെ ഖജനാവ ബാബ നമുക്ക് നൽകുന്നത്? ജ്ഞാനത്തിൻ്റെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, സർവഗുണങ്ങളുടെയും ഖജനാവ്, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെയും ഖജനാവ്. ഇതെല്ലാം തരുന്നത് ബാപ്പ് ദാദ. അപ്പോൾ ഇതെല്ലാ ഖജനാവുകളും തരുന്ന ബാപ്പ് ദാദ തൻ്റെ നാനാഭാഗത്തുമുള്ള എല്ലാ ഖജനാവുകളുടെയും ബാലകനും അധികാരിയുമായിട്ടുള്ള കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഖണ്ഡ് ഖജാനോം കെ മാലിക് ബാപ്പ് सभी बच्चों को सर्व खजानों से संपन्न कर रहे हैं.
അതായത് അഖണ്ഡമായ ഖജനാവുകളുടെ അധികാരിയായ ബാബ തൻ്റെ എല്ലാ കുട്ടികളെയും സർവ ഖജനാക്കളാൽ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹർ ഏക് കോ സർവ ഖജാനെ ദേത്തെ ഹെ, കിസ്കോ കം കിസ്കോ സ്യാദാ നഹി ദേത്തെ ക്യോംകി അഖണ്ഡ് ഖജാന ഹെ. അല്ലെ, ബാബ നമ്മൾ ഓരോ കുട്ടികൾക്കും ഒരുപോലെയാണ് സമ്പത്ത് നൽകുന്നത്, ഒരുപോലെയാണ് ഖജനാക്കൾ നൽകുന്നത്. കാരണം എന്തുകൊണ്ടാ? ബാബയിൽ അഖണ്ഡമായ ഖജനാവുകളാണ്, ഇത്രയും നിറഞ്ഞ ഖജനാവാണ് ബാബയിൽ. അതുകൊണ്ട് തന്നെ ബാബ നമ്മൾ കുട്ടികൾക്ക് ചിലർക്ക് കുറച്ച്, ചിലർക്ക് കൂടുതൽ, അങ്ങനെയൊന്നല്ല ബാബ കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെയാണ് ബാബ നൽകുന്നത്. ചാരോ മോർ കെ ബച്ചേ ബാപ് ദാദാ കെ നയനോമേ സമായേ ഹുയേ ഹെ. ബാബ പറയണ നാനാഭാഗത്തുള്ള കുട്ടികളും ബാപ് ദാദയുടെ കണ്ണിൽ ലയിച്ചിരിക്കുകയാണ്. സബി ഖജാനോം സെ ഭർപൂർ ഹർഷിത് ഹോ രഹേ ഹെ. എല്ലാവരും ഈ ഖജനാക്കളാൽ നിറഞ്ഞ് വളരെ ഹർഷിതരായിട്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. കാരണം ഇത്രയ്ക്കും അധികം ഖജനാവുകളാണ് ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. ആജ്കൽ കെ സമയ പ്രമാൺ सबसे अमूल्य श्रेष्ठ खजाना है पुरुषोत्तम संगम का समय, क्योंकि इस संगम पर ही सारे कल्प की प्रारब्ध बना सकते हो. അപ്പോൾ ബാബ പറയാണ് ഇന്നത്തെ സമയമനുസരിച്ച്, ഇപ്പം ഇന്ന് നോക്കുമ്പോൾ നമുക്കറിയാലോ അത്രയും സമയം വളരെ മോശമാണ്. അപ്പോൾ ബാബ പറയാണ് ഇന്നത്തെ സമയപ്രമാണം, ബാബ പറയുന്നത് ഏറ്റവും അമൂല്യമായ ശ്രേഷ്ഠമായ ഖജനാവാണ് പുരുഷോത്തമ സംഗമയുഗത്തിൻ്റെ സമയം. അതാണ് ശ്രേഷ്ഠമായ ഖജനാവ് എന്ന് പറയാ. എന്തുകൊണ്ടാണ്? ഈ ഒരു സംഗമത്തിൽ തന്നെയാണ് നമ്മൾ മുഴുവൻ കൽപ്പത്തേക്കുള്ള ആ പ്രാലബ്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അത് ഏറ്റവും ശ്രേഷ്ഠമായതല്ലേ? കാരണം ഈ ഒരു സമയത്താണ് മുഴുവൻ കൽപ്പം, അല്ലെ, 5000 വർഷത്തേക്കുമുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കുന്ന സമയമാണിത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സമയം ഈ പുരുഷോത്തമ സംഗമയുഗമാണ് എന്ന് ബാബ പറയാം. ഇസ് ചോटे से युग की प्राप्तियों और प्रारब्ध के प्रमाण 1 सेकंड की वैल्यू 1 वर्ष के समान है. ബാബ പറയണത് ഈ ചെറിയ യുഗത്തിന്റെ പ്രാപ്തിയും പ്രാലബ്ധവും അനുസരിച്ച് 1 സെക്കൻഡിന്റെ വാല്യൂ എന്തിനോട് സമാനമാണ്? 1 വർഷത്തിന് സമാനമാണ്. അപ്പം അത്രയ്ക്കും വാല്യുവബിൾ ആണ് പുരുഷോത്തമ സംഗമയുഗം. 1 സെക്കൻഡ് പോലും ഇവിടെ വേസ്റ്റ് ആക്കാനില്ല. കാരണം 1 സെക്കൻഡ് 1 വർഷത്തിന്റെ അത്രയും വാല്യൂ ഉണ്ടെന്ന് ബാബ പറയാം. അത്രയ്ക്കും സമാനമാണ്, 1 വർഷത്തിന് സമാനമാണ്. ഇത്തന യഹ് അമൂല്യ സമയഹേ, ഇത്രയ്ക്കും അമൂല്യമായിട്ടുള്ള സമയമാണ് പുരുഷോത്തമ സംഗമയുഗം. ഈ സമയക്കേലിയേ ഹി ഗായൻ ഹേ അബി നഹി തോ കബ് നഹി. ഈ സമയത്തെക്കുറിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു മഹിമയുള്ളത്. അതായത് ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴുമില്ല, അല്ലേ? പിന്നെ ഒരിക്കലും ഇല്ല. ഈ ഒരു സമയത്ത് ചെയ്താൽ ചെയ്തു, സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം സമയം പോയി കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സമയത്തിൻ്റെ മഹിമയാണ്, ഈ സമയത്തെക്കുറിച്ച് പാടപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പം ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല. ക്യോംകി ഇസ് സമയ ഹി പരമാത്മ പാർട്ട് നൂന്താ ഹുവാ ഹെ, ഇസ്ലിയെ ഇസ് സമയക്കോ ഹീരേ തുല്യ കഹാ ജാതാ ഹെ. ബാബ പറയണ എന്തുകൊണ്ടാണ് ഈ ഒരു സമയം ഇത്രയും അമൂല്യമായിരിക്കുന്നത്? ഈ സമയത്താണ് പരമാത്മ ശിവബാബയുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നത്, അല്ലെ? സംഗമയുഗത്തിലാണ് ബാബയുടെ പാർട്ട് ഇവിടെയുള്ളത്. ആ സമയത്താണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം തരുന്നത്. അപ്പം അത്രയും അമൂല്യമായ സമയമാണ്. അതുകൊണ്ടാണ് ഈ സമയത്തെ പറയുന്നത് വജ്ര തുല്യമാണ് ഈ ഒരു സമയം എന്ന് പറയപ്പെടുന്നത്. സത്യയുഗക്കോ गोल्डन एज कहा जाता है, लेकिन इस समय भी हीरे तुल्य है और आप सब बच्चे भी हीरे तुल्य जीवन के अनुभवी ആത്മായേം ഹോ. അപ്പം ബാബ പറയുന്നത് സത്യയുഗത്തെ സ്വർണിമ യുഗം എന്നെല്ലാം പറയും. പക്ഷേ ഈ ഒരു സമയം, ഈ പുരുഷോത്തമ സംഗമയുഗം, ഈ ഒരു സമയവും വജ്രതുല്യമാണ്. അതുപോലെ ബാബ പറയാണ് താങ്കൾ എല്ലാ കുട്ടികളും വജ്രതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവി ആത്മാക്കളാണ്,
അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുണ്ട് അല്ലെ? നമ്മുടെ ആ ഒരു ജീവിതം, നമ്മുടെ ലൈഫ് ആ ചേഞ്ച് ആയത് നമുക്കറിയാം അല്ലെ? ബാബയുടെ കുട്ടികളായി മാറിയപ്പോൾ അപ്പം എത്രമാത്രം ചേഞ്ചസ് നമ്മളിൽ വന്നു. അപ്പോൾ ആ ഒരു വജ്രതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവമുള്ള ആത്മാക്കളുമാണ്. അതുപോലെ സമയവും വജ്രതുല്യമാണ് എന്ന് ബാബ പറയാം. ഇസ് സമയ ഹി ബഹുത് കാൽ കി ബിച്ചുടി ഹുയി ആത്മായേം പരമാത്മാ മിലൻ, പരമാത്മാ പ്യാർ, പരമാത്മാ നോളജ്, പരമാത്മാ ഗജാനോം കെ പ്രാപ്തി കെ അധികാരി ബൻത്തെ ഹെ. അപ്പൊ ബാബ പറയാണ്, ഈ ഒരു സമയത്ത് തന്നെയാണ് വളരെ കാലമായിട്ട് വേർപെട്ടിരിക്കുന്ന ആത്മാക്കളുണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു സമയത്ത് തന്നെയാണ് പരമാത്മാ മിലനം, അതുപോലെ പരമാത്മാവിൻ്റെ സ്നേഹം, പരമാത്മാവിൻ്റെ നോളജ്, അതുപോലെ പരമാത്മാവിൽ നിന്ന് കിട്ടുന്ന ഖജനാവുകൾ, അതിൻ്റെ എല്ലാം പ്രാപ്തിയുടെ അധികാരികളായിട്ട് ഭവിക്കുന്നത് ഈ ഒരു സമയത്താണ് അല്ലെ? പരമാത്മാവുമായിട്ടുള്ള മിലനവും ഈ സമയത്താണ്. സ്വയം ഭഗവാന്റെ സ്നേഹവും കിട്ടുന്നതും, അതുപോലെ പരമാത്മാവിൻ്റെ നോളജ് അല്ലെ, ബാബ തരുന്ന ജ്ഞാനം, അതിൻ്റെ പ്രാപ്തിയും ഈ സമയത്തല്ലേ? അതുപോലെ പരമാത്മാവിൽ നിന്നുള്ള എല്ലാ ഖജനാക്കൾ ബാബ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ശക്തികളുടെ ഖജനാവ്, അതുപോലെ ഗുണങ്ങളുടെ, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ, അങ്ങനെ ഒരുപാട് ഖജനാക്കളും ഇതെല്ലാം ഇതെല്ലാത്തിൻ്റെയും ഈ പ്രാപ്തി, അതിൻ്റെ അധികാരികളാകുന്ന സമയമാണിത്. सारे कल्प में देव आत्माएं महान आत्माएं है, लेकिन इस समय परमात्मा ईश्वरीय परिवार है, इसलिए जितना इस वर्तमान समय का महत्व है, इस महत्व को जान जितना अपने को श्रेष्ठ बनाने चाहे उतना बना सकते हैं. ബാബ പറയാണ്, മുഴുവൻ കൽപ്പത്തിൽ നോക്കുകയാണെങ്കിൽ ദേവാത്മാക്കളുണ്ട്, മഹാനാത്മാക്കളുമുണ്ട്. പക്ഷെ ബാബ പറയാണ്, ഈ സമയത്താണ് പരമാത്മ ഈശ്വരീയ കുടുംബം ഉണ്ടാകുന്നത്. അത് ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഈ ഒരു വർത്തമാന സമയത്തിൻ്റെ മഹത്വം അനുസരിച്ച്, ഈ ഒരു മഹത്വത്തെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എത്രത്തോളം നിങ്ങൾ കുട്ടികൾക്ക് ശ്രേഷ്ഠമായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് മാറാൻ കഴിയും. അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ്. കാരണം ഈ ഒരു സമയത്ത് മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഈശ്വരീയ പരിവാരം, ഈശ്വരീയ കുടുംബം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള ആ കണക്ഷൻ അല്ലേ, ഭഗവാന്റെ കുട്ടിയായിട്ടിരിക്കുന്ന, ഈശ്വരീയ വിദ്യാർത്ഥിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഇത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ ഈ സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കൂ. ഈ സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് എത്രമാത്രം നിങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ട് മാറാൻ കഴിയുമോ, എത്രമാത്രം നിങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ട് മാറാൻ ആഗ്രഹമുണ്ടോ, അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകതയാണത്. ആപ്പ് സബ് ഭി ഇസ് മഹാൻ യുഗ് കെ പരമാത്മാ ഭാഗ്യ കോ പ്രാപ്ത് കർണേ വാലെ പദമാപദം ഭാഗ്യവാൻ ഹോന. ബാബ പറയാണ്, താങ്കളെല്ലാ കുട്ടികളും ഈ മഹായുഗം, അതായത് പുരുഷോത്തമ സംഗമയുഗത്തിനെ പറ്റിയിട്ടാണല്ലോ ബാബ പറയുന്നത്. ഈ മഹായുഗത്തിൻ്റെ, അതുപോലെ പരമാത്മാ ഭാഗ്യത്തിൻ്റെ പ്രാപ്തി അനുഭവിക്കുന്ന പദമാപദം ഭാഗ്യശാലി കുട്ടികളാണ്. അങ്ങനെയല്ലേ എന്ന് ബാബ ചോദിക്കുക. ऐसे अपने श्रेष्ठ भाग्य के रूहानी नशे और भाग्य को जानते അനുഭവ് കർ രഹേ ഹോന. ബാബ ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ ഇതുപോലെയുള്ള തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ആത്മീയ ലഹരി, അതുപോലെ ആ ഭാഗ്യം, അതിനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അനുഭവം ചെയ്യുന്നില്ലേ? കാരണം ഈ ഒരു സമയത്താണ് നമുക്ക് ഭഗവാനെ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ശ്രേഷ്ഠ ഭാഗ്യം, അതിൻ്റെ ഒരു ആത്മീയ ലഹരിയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുപോലെ ആത്മീയ ലഹരിയും ഭാഗ്യവും അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ അനുഭവം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുക ബാബ. ഖുഷി ഹോത്തി ഹേന, സന്തോഷമുണ്ടാകുന്നില്ലേ? ദിൽമേം ക്യാ ഗീത് ഗാത്തേ ഹോ, വാ മേരാ ഭാഗ്യ വാ, ക്യോंकि इस समय के श्रेष्ठ भाग्य के आगे और कोई भी युग में ऐसा श्रेष्ठ भाग्य प्राप्त हो नहीं सकता. ബാബ പറയാണ്, നിങ്ങൾ സന്തോഷത്താൽ ഹൃദയത്തിൽ ഏതൊരു ഗീതമാണ് പാടുന്നത്? വാ മേരാ ഭാഗ്യ വാ, ആഹാ എൻ്റെ ഭാഗ്യം ആഹാ. ഈ ഒരു ഗീതമാണ് കുട്ടികൾ പാടുന്നത്. എന്തുകൊണ്ടാണ് ബാബ പറയാ, ഈ ഒരു സമയത്തിൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിന് മുന്നിൽ ഒരു യുഗത്തിലും ഇതുപോലെ ഒരു ശ്രേഷ്ഠ ഭാഗ്യം പ്രാപ്തമാക്കാൻ കഴിയില്ല.
അപ്പം അത്രയ്ക്കും ശ്രേഷ്ഠമായ സമയമാണ് ഈ പുരുഷോത്തമ സംഗമയുഗം. അതിൻ്റെ ആ ശ്രേഷ്ഠ ഭാഗ്യത്തിന് മുന്നിൽ വേറെ ഒരു യുഗത്തിലും ഇതുപോലെ ഒരു ശ്രേഷ്ഠ ഭാഗ്യം പ്രാപ്തമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അല്ലെ. സത്യയുഗം എന്ന് പറയുന്നത് ഗോൾഡൻ ഏജിടാ. ആ യുഗത്തിൽ പോലും ഇത്രയ്ക്കും ശ്രേഷ്ഠ ഭാഗ്യം പ്രാപ്തമാക്കാൻ കഴിയുന്നില്ല. അത്രയും ശ്രേഷ്ഠ ഭാഗ്യം പ്രാപ്തമാക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ യുഗമാണ് പുരുഷോത്തമ സംഗമയുഗം. तो बोलो सदा अपने भाग्य को स्मृति में रखने हर्षित होते हो ना होते हो. ബാബ ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സദാ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് ഹർഷിതമായിട്ടിരിക്കുന്നില്ലേ, ഹർഷിതമല്ലേ എന്ന് ബാബ ചോദിക്കാം. ജോ സമജ്തേ ഹേ കി സദാ ഹർഷിത് ഹോത്തെ ഹേ കബി കബി വാലെ നഹി ജോ സദാ ഹർഷിത് രഹത്തെ ഹേ വഹ് ഹാത്തുടാവോ. ബാബ പറയാണ്, ആരാണോ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, അതായത് ഞാൻ സദാ ഹർഷിതമായിട്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സന്തോഷം, അങ്ങനെയല്ല, സദാ ഹർഷിതമായിട്ടിരിക്കുന്നെന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ കൈ ഉയർത്തു എന്ന് ബാബ പറയാ. സദാ സദാ അണ്ടർലൈൻ കർണ സദാ. ബാബ പറയണത് സദാ എന്ന വാക്ക് നിങ്ങൾ അടിവരയിടൂ. ബാബ എപ്പോഴും പറയില്ലേ, സദാ വേണം, സ്ഥിതി ഏകരസമായിരിക്കുന്നത് സദാ ആയിരിക്കണം, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷം, ഇടയ്ക്കിടയ്ക്ക് ദുഃഖം, ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഔട്ട് ആവും, അങ്ങനെയല്ല ബാബ പറയുന്നത്. സദാ ഹർഷിതമായിരിക്കണം. അങ്ങനെയുള്ളവർ ബാബ പറയണ ആ സദാ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറയാണ്. അബി ടി വി മേം ആപ്കാ ഫോട്ടോ ആ രഹാ ഹേ. ഇപ്പൊ കൈ ഉയർത്തിയപ്പോൾ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ ടി വിയിൽ വരുന്നുണ്ട്. സദാ വാലോം കാ ഫോട്ടോ ആ രഹാ ഹേ. സദാ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിയ കുട്ടികളുടെ ഫോട്ടോയാണ് വരുന്നത്. മുബാരക് ഹോ. അപ്പൊ ബാബ അതിന് ആശംസകൾ കൊടുക്കുക. മാതായേം ഹാത്തുടായേം ശക്തിയാം ഉടായേം ഡബിൾ ഫോറിനേഴ്സ് ക്യാ ശബ്ദ യാദ് രഖേംഗെ സദാ. ബാബ പറയാണ്, മാതാക്കളോട് കൈ ഉയർത്താനും ശക്തികൾ, അതുപോലെ ഡബിൾ ഫോറിനേഴ്സ് എല്ലാവരോടും ബാബ കൈ ഉയർത്താൻ പറയാണ്. എന്നിട്ട് ബാബ ചോദിക്കാണ്, ഏത് ശബ്ദമാണ് നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കേണ്ടത്? സദാ എന്ന ശബ്ദം. കബി കബി വാലേ തോ പീച്ചെ ആനേ വാലേ ഹേ. ബാബ പറയാണ്, ഇടയ്ക്കിടയ്ക്ക് സന്തോഷക്കായിട്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരങ്ങനെ ഫസ്റ്റ് ഡിവിഷനിലൊന്നും വരില്ല, അവർ പിന്നീട് വരുന്നവർ, അവർ പിന്നിലേ വരികയുള്ളൂ എന്ന് ബാബ പറയാം. ബാബ് ദാദാനെ പഹലേ ഭി സുനായാ ഹേ कि समय की रफ्तार बहुत तीव्र गति से आगे बढ़ रही है. ബാബ്ദാദ നമ്മൾ കുട്ടികളോട് മുൻപും ഇത് കേൾപ്പിച്ചിട്ടുണ്ട്. അതായത് സമയത്തിന്റെ ആ സൂചി വളരെ വേഗതയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. समय की गति को जानने वाले अपने को चेक करो कि मास्टर सर्वशक्तिवान हमारी गति तीव्र है. അപ്പൊ ബാബ ചോദിക്കാണ്, ഈ സമയത്തിന്റെ ഗതിയെ അറിയുന്ന കുട്ടികള് സ്വയത്തെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? അതായത് മാസ്റ്റർ സർവശക്തിവാനായ നമ്മളുടെ ഗതി തീവ്രമാണോ? അപ്പൊ നമ്മളുടെ പുരുഷാർത്ഥത്തിന്റെ ഗതി തീവ്രമായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം ബാബ പറയുന്നുണ്ട്, സമയത്തിന്റെ ആ സൂചി എന്ന് പറയുന്നത് വളരെ തീവ്രതയോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ പുരുഷാർത്ഥത്തിന്റെ ഗതിയും തീവ്രമായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം നിങ്ങൾ കുട്ടികൾ മാസ്റ്റർ സർവശക്തിവാനാണ്. പുരുഷാർത്ഥ തോ സബ് കർ രഹേ ഹേ ലേക്കിൻ ബാബ് ദാദാ ക്യാ ദേഖനെ ചാഹത്തെ. ബാബ പറയാണ്, പുരുഷാർത്ഥം എല്ലാ കുട്ടികളും ചെയ്യുന്നുണ്ട്, പക്ഷേ ബാബ് ദാദ എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഹർ ബച്ച തീവ്ര പുരുഷാർത്ഥി ഹർ സബ്ജക്റ്റ് മേം പാസ് വിത്ത് ഓണർ ഹേ വാ സിർഫ് പാസ് ഹേ. ബാബ ചോദിക്കാണ്, എല്ലാ കുട്ടികളും തീവ്ര പുരുഷാർത്ഥിയും അതുപോലെ എല്ലാ സബ്ജക്റ്റിലും പാസ് വിത്ത് ഓണർ, അതായത് പദവിയോടുകൂടി പാസ്സാവുക, അങ്ങനെയാണോ അതോ കേവലം ജസ്റ്റ് പാസ് മാത്രമാണോ? ബാബ ചോദിക്കാണ്. തീവ്ര പുരുഷാർത്ഥി കെ ലക്ഷൺ വിശേഷ് ദോ ഹേ, ഏക് നഷ്ടോമോഹ ദൂസര എവറഡി. അപ്പൊ ബാബ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീവ്ര പുരുഷാർത്ഥി ആയിരിക്കാനും അതുപോലെ എല്ലാ സബ്ജക്റ്റിലും എന്താണ് പദവിയോടുകൂടി പാസ്സാവാനാണ് ബാബ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ തീവ്ര പുരുഷാർത്ഥിയായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണം 2 കാര്യങ്ങൾ ബാബ പറയുന്നുണ്ട്. ഒന്ന്, അങ്ങനെയുള്ള കുട്ടികൾ നഷ്ടോമോഹയായിരിക്കും. 2, എവറിഡിയുമായിരിക്കും. സബ്സെ പഹലെ നഷ്ടോമോഹ ഇസ് ദേഹ്ബാൻ ദേഹ് അഭിമാൻ സേ ഹേ തോ ഓർ ബാത്തോ മേ നഷ്ടോമോഹ
ഹോന കോയി മുഷ്കിൽ നഹി ഹെ. ബാബ പറയാണ് ആദ്യത്തെ കാര്യം ഏതാണ്? നഷ്ടോമോഹയാണ്. അതായത് ഈ ദേഹ അഭിമാൻ, അതായത് ശരീരത്തിന്റെ ബോധത്തിൽ നിന്നും അതുപോലെ എന്താണ് ദേഹ അഭിമാൻ, ശരീരത്തിന്റെ അഭിമാനത്തിൽ നിന്നും, ശരീരബോധത്തിൽ നിന്നും ശരീരത്തിന്റെ അഭിമാനത്തിൽ നിന്നും നഷ്ടോമോഹയാകണം. അതിൽ ബാബ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നഷ്ടോമോഹയാകുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് ബാബ പറയാ. ദേഹബാൻ കി നിശാനി ഹേ വേസ്റ്റ് വ്യർത്ഥ സങ്കൽപ് വ്യർത്ഥ സമയ് യഹ് ചെക്കിംഗ് സ്വയം ഹി അച്ചി തരഹ് സേ കർ സക്തേ ഹോ. അപ്പൊ ഈ ദേഹബോധം എന്ന് പറയുന്നത് ബാബ പറയുന്നത് അതിന്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ്? അതായത് വ്യർത്ഥമായിട്ടുള്ള സങ്കല്പം, വ്യർത്ഥമായ ചിന്ത, വ്യർത്ഥമായ സമയം, ഇതൊക്കെയാണ് ദേഹബോധം കാണിക്കുന്നത്. ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം സ്വയത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെക്ക് ചെയ്യാൻ കഴിയും, അല്ലേ? ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാലോ. സാധാരണ സമയ് വഹ്ബി നഷ്ടോമോഹ ഹോനെ നഹി ദേത്ത. അതായത് ഈ സാധാരണ സമയം അത് നഷ്ടോമോഹയാക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. തോ ചെക്ക് കരോ ഹർ സെക്കൻഡ് ഹർ സങ്കൽപ് ഹർ കർമ്മ സഫൽ ഹുവ. ബാബ പറയാണ് നിങ്ങൾ ചെക്ക് ചെയ്യണം, ഓരോ സെക്കൻഡും അതുപോലെ ഓരോ സങ്കല്പവും ഓരോ കർമ്മവും സഫലമായോ. അതായത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ സഫലമാക്കിയിട്ടുണ്ടോ, അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ദേഹബോധത്തിലേക്ക് വരുമ്പോഴാണ് ഈ വേസ്റ്റ്, വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ ചിന്ത, വ്യർത്ഥമായി സമയം കളയുക, ഇതെല്ലാം ദേഹബോധങ്ങളാണ്. അപ്പൊ അതിൽ ബാബ പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ സങ്കല്പം, ഓരോ സെക്കൻഡും ഓരോ കർമ്മവും സഫലമാകുന്നുണ്ടോ. ക്യൂംകി സംഗം യുഗ് പർ വിശേഷ് ബാപ് കാ വരദാൻ ഹേ സഫലത ആപ്കാ ജന്മസിദ്ധ അധികാർ ഹേ. എന്തുകൊണ്ടാണ്? ബാബ സംഗമയുഗത്തില് വിശേഷിച്ചിട്ടും ബാബയുടെ വരദാനമാണ്, കുട്ടികൾക്കുള്ള വരദാനമാണ് സഫലത നിങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. അത് ബാബ വരദാനം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും സഫലമാക്കണം. തോ അധികാർ സഹജ് അനുഭൂതി കരാത്തേ ഹേ. ബാബ പറയണ അങ്ങനെ അധികാരം ഉണ്ടെങ്കിൽ അത് എന്താണ്? സഹജമായി അനുഭൂതിയും ചെയ്യിപ്പിക്കും, അല്ലെ? നമുക്കൊരു അധികാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അനുഭൂതി സഹജമായിരിക്കും, അതിന് പരിശ്രമിക്കേണ്ടല്ലോ, കാരണം അധികാരം ഓൾറെഡി ഉണ്ട്. അപ്പൊ ബാബ പറയാണ് അധികാരം സഹജമായിട്ട് നിങ്ങൾക്ക് അനുഭൂതി ചെയ്യിപ്പിക്കും. ഓർ എവറെഡി. എവറെഡി കാ അർത്ഥ ഹേ മൻ വചൻ കർമ്മ സംബന്ധ സമ്പർക്ക് में समय का ऑर्डर हो अचानक तो एवरडी और अचानक ही होना है. അപ്പൊ ബാബ അടുത്തത് പറയാണ്. അപ്പൊ ആദ്യത്തത് ബാബ പറഞ്ഞു നഷ്ടോമോഹ, രണ്ടാമത്തത് ബാബ പറയാണ് എവറെഡി. അതായത് എവറെഡിയുടെ അർത്ഥം ബാബ പറയാണ് മനസ്സ വാച കർമ്മണ, അതുപോലെ സംബന്ധ സമ്പർക്കത്തിൽ സമയത്തിന്റെ ഓർഡർ അനുസരിച്ച് പെട്ടെന്ന് തന്നെ എവറെഡിയാകുക. ഓർ അചാനക് ഹി ഹോന ഹെ, അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്ന് ബാബ പറയാ. ജയ്സെ അപ്നി ദാദി കോ ദേക്ക അചാനക് എവറെഡി. എങ്ങനെയാണോ നിങ്ങളുടെ ദാദിയെ കണ്ടോ പെട്ടെന്ന് തന്നെ എവറെഡിയായി എന്ന് ബാബ പറയാ. ഹർ സ്വഭാവമേം ഹർ കാര്യമേം ഈസി രഹി. संपर्क ഈസി, സ്വഭാവമേം ഈസി, സേവാമേം ഈസി, संतुष्ट करने में ഈസി, संतुष्ट रहने में ഈസി. इसलिए बाप दादा समय की समीपता का बार बार इशारा दे रहा है. അപ്പൊ ബാബ പറയാണ് ദാദിയെ നോക്കൂ, ദാദി പെട്ടെന്ന് തന്നെ എവറെഡിയായി. അതായത് ഏതിലൊക്കെയായിരുന്നു ബാബ പറയുന്നത്? ഓരോ സ്വഭാവത്തിലും അതുപോലെ ഓരോ കാര്യത്തിലും വളരെ അനായാസം, അതായത് ഈസി നേച്ചറായിരുന്നു. സമ്പർക്കത്തില്, സ്വഭാവത്തില്, സേവയില്, സന്തുഷ്ടമായി ഇരിക്കുന്ന കാര്യത്തില്, അതുപോലെ സന്തുഷ്ടമാക്കി മറ്റുള്ളവരെ മാറ്റുന്ന കാര്യത്തിലും എല്ലാം എങ്ങനെയായിരുന്നു? വളരെ അനായാസമായിട്ടുള്ള നേച്ചറായിരുന്നു ദാദിയുടെ. അതുകൊണ്ട് ബാബ പറയാണ് സമയത്തിന്റെ സമീപതയനുസരിച്ച് ബാബ വീണ്ടും വീണ്ടും ബാബ സൂചന നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സമയം സമീപത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സമയത്തിന്റെ സമീപതയനുസരിച്ച് ബാബ നമ്മൾക്ക് ഓരോ കുട്ടികൾക്കും സൂചന നൽകിക്കൊണ്ടിരിക്കുകയാണ്.
सो पुरुषार्थ का समय बहुत थोड़ा है, इसलिए अपने जमा के खाते को ചെക്ക് करो. ബാബ പറയുന്നത് സ്വയം പുരുഷാർത്ഥത്തിന്റെ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ബാബ പറയാണ്, താങ്കൾ ഓരോ കുട്ടികളും തങ്ങളുടെ ആ ശേഖരണം ഉണ്ടല്ലോ, സമ്പാദ്യത്തിന്റെ ആ ശേഖരണത്തെ നിങ്ങൾ ചെക്ക് ചെയ്യൂ. तीन विधियां गजानों को जमा करने की पहले भी बताए हैं. ബാബ പറയുന്നത് ഈ ഖജനാക്കളൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കുന്നതിന്, ഈ ഖജനാക്കളെല്ലാം ശേഖരിക്കുന്നതിന് 3 വിധികൾ ബാബ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫിർസെ സുനാ രഹേ ഹെ, വീണ്ടും ബാബ കേൾപ്പിക്കുകയാണ്. ഉൻ തീനോ വിധിയോം കോ സ്വയം ചെക്ക് കരോ. ഈ 3 വിധിയെയും നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യൂ. അതായത് ഈ ഖജനാക്കൾ, ബാബ തരുന്ന ഖജനാക്കള് ശേഖരിക്കുന്നതിനായിട്ടുള്ള 3 വിധി ബാബ മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യാൻ ബാബ പറയാണ്. അതിൽ ബാബ പറയാണ്, ഒന്നാമത്തേതാണ് സ്വയം കെ പുരുഷാർത്ഥ സെ പ്രാലബ്ധ കാ ഖജാന ജമാ കർണ. അതായത് സ്വയത്തിന്റെ പുരുഷാർത്ഥത്തിലൂടെ പ്രാപ്തിയുടെ ഖജനാവ് ശേഖരിക്കുക. പ്രാപ്തിയോം കാ ഖജാന ജമാ കർണ ഹെ, അതായത് പ്രാപ്തികളുടെ ഖജനാവ് നിങ്ങൾ ശേഖരിക്കണം. ദൂസരാ ഹെ സന്തുഷ്ട രഹന, इसमें भी सदा शब्द ऐड करो और सर्व को संतुष्ट करना, इससे पुण्य का खाता जमा होता है. രണ്ടാമത്തേതാണ് നിങ്ങൾ സന്തുഷ്ടമായിട്ടിരിക്കുക. സന്തുഷ്ടമായിട്ടിരിക്കുക എന്നതിൽ ബാബ പറയുന്നത്, അതിലും സദാ എന്ന വാക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ പറയാ. അതായത് സദാ സന്തുഷ്ടമായിരിക്കണം. അതുപോലെ ബാബ പറയുന്നത് സർവരെയും സന്തുഷ്ടമാക്കുകയും വേണം. സ്വയവും സന്തുഷ്ടമായിരിക്കണം, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കണം. ഇതിലൂടെ ബാബ പറയുന്നത് ലഭിക്കുന്നത് എന്താണ്? പുണ്യത്തിന്റെ ഖജനാവാണ്. അപ്പൊ ഇവിടെ പുണ്യത്തിന്റെ ഖജനാവിന്റെ ശേഖരണമാണ് സന്തുഷ്ടമായിട്ടിരിക്കുന്നതിലൂടെയും മറ്റുള്ളവരെ സന്തുഷ്ടമാക്കി മാറ്റുന്നതിലൂടെയും ലഭിക്കുന്നത്. പിന്നെ പുരുഷാർത്ഥത്തിലൂടെ ലഭിക്കുന്ന ഖജനാവ് പ്രാപ്തികളുടെ ഖജനാവ്. അതാണ് ബാബ ആദ്യം പറഞ്ഞത്. പിന്നെ ബാബ പറയാണ്, तीसरा है सदा सेवा में अदक निस्वार्थ और बड़ी दिल से सेवा करना, इससे जिसकी सेवा करते हैं उससे स्वतः ही दुआएं मिलती है. അപ്പം മൂന്നാമത്തേതാണ് സേവനത്തിൽ നിങ്ങൾ അക്ഷീണരായിരിക്കുക. അതുപോലെ നിസ്വാർത്ഥ സേവനം, അതുപോലെ വളരെ വലിയ ഹൃദയത്തോടെ അല്ലെ വിശാലമായ ഹൃദയത്തോടു കൂടി സേവനം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ സേവനത്തിൽ ചെയ്യുകയാണെങ്കിൽ ബാബ പറയാണ്, ആരുടെ സേവനമാണോ നിങ്ങൾ ചെയ്യുന്നത് അവരിൽ നിന്നും സ്വതവേ തന്നെ ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അപ്പോൾ മൂന്നാമത്തെ ഖജനാവും അങ്ങനെയാണ് ലഭിക്കുന്നത്. യഹ തീൻ വിധിയാം ഹേ സ്വയം കാ പുരുഷാർത്ഥ് പുണ്യ ഓർ ദുവ. ഈ 3 വിധികളാണ്. ഒന്ന് സ്വയം പുരുഷാർത്ഥത്തിലൂടെ ലഭിക്കുന്ന പ്രാപ്തികളുടെ ഖജനാവ്. പിന്നെ ബാബ പറയുന്നത് രണ്ടാമത് സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായി മറ്റുള്ളവരെയും മാറ്റുക, അപ്പോൾ ലഭിക്കുന്ന പുണ്യത്തിന്റെ ഖജനാവ്. മൂന്നാമത് നമ്മൾ സേവനം ചെയ്യുക. എങ്ങനെയുള്ള സേവനായിരിക്കണം? നിസ്വാർത്ഥമായ സേവനായിരിക്കണം. പിന്നെ വളരെ വിശാലമായ ഹൃദയത്തോടെയുള്ള സേവനായിരിക്കണം. അക്ഷീണമായ സേവനായിരിക്കണം. അപ്പം ലഭിക്കുന്നതാണ് മറ്റുള്ളവരിൽ ആരുടെ സേവനമാണോ ചെയ്യുന്നത് അവരിൽ നിന്നും ലഭിക്കുന്ന ആശീർവാദത്തിന്റെ ഖജനാവുകൾ. യഹ് തീനോ കാത്തെ ജമാ ഹേ. ബാബ ചോദിക്കുക, ഈ 3ന്റെയും സമ്പാദ്യത്തിന്റെ ശേഖരണമുണ്ടോ? तो चेक करो कि अचानक अगर कोई भी पेपर आ गए तो पास विത്ത് ഓണർ ഹോ സക്കേങ്കെ. ബാബ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യൂ. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, അല്ലെ, ഒരു ടെസ്റ്റ് പേപ്പർ പെട്ടെന്ന് വരാലോ, അങ്ങനെ ഒരു പേപ്പർ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അതിൽ പദവിയോടുകൂടി പാസ്സാകാൻ നിങ്ങൾക്ക് കഴിയുമോ? ചെക്ക് ചെയ്യാൻ ബാബ പറയാ. क्योंकि आजकल के समय अनुसार प्रकृति के हलचल की छोटी छोटी बातें कभी भी आ सकती है, इसलिए कर्म के गति का नॉलेज विशेष अटेंशन में रहे. ബാബ പറയാണ്, എന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? കാരണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സമയമനുസരിച്ച് ഈ പ്രകൃതിയുടെ ഇളക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ രീതിയിൽ പെട്ടെന്നായിരിക്കും വരിക. എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് ബാബ പറയാം. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത്, നിങ്ങൾ കർമ്മത്തിന്റെ ഗതി, അതിൻ്റെ ജ്ഞാനത്തിൽ വിശേഷമായും അറ്റൻഷൻ വെക്കൂ. കർമ്മത്തിന്റെ ഗുഹ്യഗതി ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ കർമ്മത്തിന്റെ ഗതിയുടെ ആ ജ്ഞാനം,
അതിൽ നിങ്ങൾ വിശേഷിച്ചും ശ്രദ്ധ വയ്ക്കൂ. കാരണം നമ്മുടെ ഓരോ കർമ്മവും നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. കർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള കർമ്മഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ കർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കർമ്മത്തിൻ്റെ ആ ഗതി, അതിൻ്റെ ജ്ഞാനം നമുക്കറിയാം, ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ജ്ഞാനത്തിൽ നിങ്ങൾ വിശേഷിച്ചും ശ്രദ്ധ വയ്ക്കാൻ ബാബ പറയാം. കർമ്മക്കി ഗതി ബഡി ഗുഹ്യഹേ, ഈ കർമ്മത്തിന്റെ ഗതി അതീവ ആഴമേറിയതാണ് ബാബ പറയാം. ജൈസെ ഡ്രാമ കാ അറ്റൻഷൻ രഹത്ത, ആത്മീക് സ്വരൂപ കാ അറ്റൻഷൻ രഹത്ത, ധാരണാവോം കാ അറ്റൻഷൻ രഹത്ത, ऐसे ही कर्म की गुह्य गति का भी अटेंशन आवश्यकത है. ബാബ പറയാണ് ഈ കർമ്മത്തിന്റെ ഗതിയുടെ ഇത് വളരെ ആഴമേറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ബാബ പറയാണ്, എങ്ങനെയാണോ നിങ്ങൾ ഈ ഡ്രാമയിൽ അറ്റൻഷൻ വെക്കുന്നത്, അതുപോലെ ആത്മീക സ്വരൂപത്തിൽ അറ്റൻഷൻ വെക്കുന്നത്, ധാരണകളിൽ അറ്റൻഷൻ വെക്കുന്നത്, ഇപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ വെക്കുന്നുണ്ടല്ലോ, അതുപോലെ ബാബ പറയാണ് നിങ്ങൾ കർമ്മത്തിന്റെ ഈ ഗുഹ്യഗതിയിലും അറ്റൻഷൻ വെക്കേണ്ടത്, ശ്രദ്ധ വെക്കേണ്ടത് ആവശ്യമാണ് എന്ന് ബാബ പറയാം. സാധാരണ കർമ്മ, സാധാരണ സമയ, സാധാരണ സങ്കല്പ്, इससे प्रारब्ध में फर्क पड़ जाता है. അതായത് സാധാരണ കർമ്മം, സാധാരണ സമയം, സാധാരണ സങ്കല്പം, ഇതിലൂടെയൊന്നും അത്രയ്ക്കും വലിയ പ്രാരബ്ധമൊന്നും ലഭിക്കില്ല. അപ്പോൾ ബാബ പറയണ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാരബ്ധത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം കർമ്മം, സങ്കല്പം ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായതായിരിക്കണം, അല്ലാതെ സാധാരണമായിരിക്കരുത്. അപ്പോൾ ആയിരിക്കുമ്പോൾ അതിൻ്റെ പ്രാപ്തി, അതിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് ബാബ പറയാം. इस समय आप सभी जो पुरुषार्थी है वह श्रेष्ठ विशेषात्माएं है, സാധാരണ ആത്മായെ നഹി ഹോ. ബാബ പറയാണ്, ഈ സമയത്ത് താങ്കൾ ഏതൊക്കെ കുട്ടികളാണോ നല്ല പുരുഷാർത്ഥി കുട്ടികൾ, അവർ ബാബ പറയുന്നത് ശ്രേഷ്ഠമായ വിശേഷപ്പെട്ട ആത്മാക്കളാണ്, അല്ലാതെ സാധാരണ ആത്മാക്കളല്ല എന്ന് ബാബ പറയാ. കാരണം പുരുഷാർത്ഥി കുട്ടികൾ എന്ന് പറയുമ്പോൾ അവര് ശ്രേഷ്ഠമായവരാണ്. विश्व कल्याण के निमित्त, विश्व परिवर्तन के निमित्त बनी हुई ആത്മായേം ഹോ. അതായത് താങ്കൾ കുട്ടികൾ വിശ്വമംഗളത്തിന് നിമിത്തമായവരാണ്, വിശ്വപരിവർത്തനത്തിനും നിമിത്തമായിട്ട് മാറിയവരാണ്. അപ്പൊ ശ്രേഷ്ഠമല്ലേ അങ്ങനെയുള്ള കുട്ടികൾ. സിർഫ് അപ്പനെ കോ പരിവർത്തൻ കർണേ വാലെ നഹി ഹോ, വിശ്വ കെ പരിവർത്തൻ കെ ജിമ്മേവാർ ഹോ, ഇസ്ലിയെ അപ്പനെ ശ്രേഷ്ഠ സ്വമാൻ കെ സ്മൃതി സ്വരൂപ് ബന്നാ ഹി ഹേ. ബാബ പറയുന്നത് കേവലം നിങ്ങളെ തന്നെ, സ്വയത്തെ തന്നെ പരിവർത്തനം ചെയ്യുന്നവർ മാത്രമല്ല, വിശ്വത്തെ തന്നെ പരിവർത്തനം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഉത്തരവാദിത്തമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ബാബ പറയുന്നത് തൻ്റെ ശ്രേഷ്ഠ സമാനത്തെ സ്മൃതിയിൽ വെച്ച് ആ സ്മൃതി സ്വരൂപരായിട്ട് മാറാൻ പറയാം. ശ്രേഷ്ഠ സമാനം ഏതാണ്? വിശ്വ കല്യാൺകാരി, വിശ്വപരിവർത്തൻ അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വത്തിന്റെ മംഗളം ചെയ്യുന്നവരുമാണ്, വിശ്വത്തിന്റെ പരിവർത്തനം ചെയ്യുന്നവരുമാണ്. അപ്പൊ ഈ രണ്ട് സമാനം ശ്രേഷ്ഠ സമാനങ്ങളാണ്. ഈ രണ്ട് ശ്രേഷ്ഠ സമാനങ്ങളുടെ സ്മൃതി സ്വരൂപമാകാൻ ബാബ പറയാം. കാരണം നമുക്ക് വിശ്വപരിവർത്തനത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ കുട്ടികളുടെ കയ്യിലാണ്. ബാപ്ദാദാനെ ദേക്ക സബീക ബാപ്ദാദ ഓർ സേവാസെ അച്ഛാ പ്യാർ ഹെ. അപ്പൊ ബാപ്ദാദ കണ്ടത് എന്താണ്? എല്ലാ കുട്ടികൾക്കും ബാപ്ദാദയോടും അതുപോലെ സേവനത്തോടൊക്കെ വളരെ സ്നേഹമുണ്ട്. സേവാക്ക വാതാവരൺ ചാരോം ഓർ കോയി ന കോയി പ്ലാൻ പ്രമാൺ ചൽ രഹാ ഹെ. അതായത് പല പല പ്ലാൻ അനുസരിച്ച് സേവനത്തിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സാത്ത് സാത്ത് അഭി സമയക്കെ പ്രമാൺ വിശ്വ ആത്മായേം जो दुख की अशांत हो रही है उन आत्माओं को दुख अशांति से छुड़ाने के लिए अपनी शक्तियों द्वारा सागाश दो. അപ്പം സേവനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് അതോടൊപ്പം നിങ്ങൾ ഈ സമയത്തിന്റെ പ്രമാണം അനുസരിച്ച് ബാബ പറയുന്നത് വിശ്വത്തിലെ ഏതൊക്കെ ആത്മാക്കളാണോ ദുഃഖിയായിട്ടിരിക്കുന്നത്, അശാന്തമായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആത്മാക്കളുടെ ദുഃഖത്തെയും അശാന്തിയെയും വേർപിടിക്കുന്നതിന്, അതിൽ നിന്നും അവരെ മുക്തമാക്കുന്നതിന് താങ്കൾ കുട്ടികൾ താങ്കളുടെ ശക്തിയിലൂടെ നിങ്ങൾ അവർക്ക് സകാശ് കൊടുക്കൂ.
ദുഃഖിതരായിട്ടിരിക്കുന്ന ആത്മാക്കള്, അശാന്തമായിട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് നമ്മൾ കുട്ടികൾ കൊടുക്കേണ്ടത് നമ്മുടെ ശക്തിയിലൂടെ സകാശ് കൊടുക്കാൻ പറയാ. അതിലൂടെ അവരുടെ ദുഃഖവും അശാന്തിയും അതിൽ നിന്നെല്ലാം അവർക്ക് മുക്തമാകാൻ സാധിക്കും. ജൈസെ പ്രകൃതി കാ സൂര്യ സകാശ് സെ അന്ധകാർ കോ ദൂർ കർ രോഷിനി മേ ലാത്ത. അപ്പൊ ബാബ പറയാണ്, എങ്ങനെയാണോ പ്രകൃതിയിലെ സൂര്യൻ എന്താ ചെയ്യുന്നത്? പ്രകൃതിയിലെ സൂര്യൻ തൻ സകാശ് കൊടുക്കുന്നതിലൂടെ അന്ധകാരത്തെ മാറ്റി അവിടെ പ്രകാശപൂരിതമാക്കുന്നുണ്ടല്ലോ, സൂര്യന്റെ പ്രകാശം. അതുപോലെയാണ് ബാബ പറയുന്നത്, അപ്പനി കിരണോം കെ ബൽസെ കൈ ചീസോം കോ പരിവർത്തൻ കർത്ത. സൂര്യൻ അങ്ങനെയാണല്ലോ, തന്റെ ആ കിരണങ്ങളുടെ ശക്തിയിലൂടെ പല വസ്തുക്കളെയും പരിവർത്തനം ചെയ്യുന്നുണ്ട്. ऐसे ही मास्टर ज्ञान सूर्य अपने प्राप्त हुए सुख शांति के किरणों से सगाश से दुख अशांति से मुक्त करो. അപ്പൊ ബാബ പറയണ അതുപോലെ താങ്കൾ മാസ്റ്റർ ജ്ഞാന സൂര്യനായിട്ടുള്ള കുട്ടികൾ. അപ്പൊ പ്രകൃതിയിലെ സൂര്യൻ എങ്ങനെയാണോ തന്റെ സകാശ് കൊടുക്കുന്നതിലൂടെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ പല വസ്തുക്കളെയും പരിവർത്തനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ബാബ പറയുന്നത്, താങ്കൾ മാസ്റ്റർ ജ്ഞാനസൂര്യനായിട്ടുള്ള കുട്ടികൾ സ്വയം നമ്മൾക്ക് പ്രാപ്തമായിട്ടുള്ള ആ സുഖശാന്തിയുടെ കിരണങ്ങളിലൂടെ സകാശ് കൊടുത്ത് ദുഃഖത്തെയും അശാന്തിയെയും മുക്തമാക്കൂ. മനസ്സാ സേവാസെ ശക്തിശാലി വൃത്തിസെ വായുമണ്ഡൽ കോ പരിവർത്തൻ കരോ. ബാബ പറയാണ്, മനസ്സാ സേവനത്തിലൂടെ ശക്തിശാലിയായിട്ടുള്ള വൃത്തിയിലൂടെ ഈ വായുമണ്ഡലത്തെ നിങ്ങൾ പരിവർത്തനം ചെയ്യൂ. തോ അഭി മനസ്സാ സേവാ കരോ. ബാബ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ മനസ്സാ സേവനം ചെയ്യൂ. ജൈസെ വാചാ സേവാ കാ വിസ്താർ കിയാ ഹേ വൈസെ മനസ്സാ സകാശ് ദ്വാര ആത്മാവോ മേം ഹാപ്പി ഓർ ഹോപ്പ് കി ലഹർ ഫൈലാവോ. ബാബ പറയണ, നിങ്ങൾ എങ്ങനെയാണോ വാചാ സേവനം അല്ലെ അത് വിസ്താരത്തിൽ ചെയ്തു കഴിഞ്ഞു, അപ്പൊ അതുപോലെ ബാബ പറയുന്നത് മനസ്സാ സേവനം, അതായത് മനസ്സാ നിങ്ങൾ സകാശിലൂടെ ആത്മാക്കൾക്ക് ഹാപ്പി, അതുപോലെ തന്നെ അതായത് സന്തോഷവും വേണം പ്രതീക്ഷയും വേണം, ഈ രണ്ടിന്റെയും അലകൾ അവരിൽ പരത്തും. ദുഃഖിതരും അശാന്തരുമായിട്ടുള്ള ആത്മാക്കളില് സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും അലകൾ പരത്താൻ പറയാണ്. എങ്ങനെ വേണം? മനസ്സാ സേവനത്തിലൂടെ, മനസ്സാ സാകാശ് ദ്വാര, മനസ്സാ സാകാശിലൂടെ ആത്മാക്കൾക്ക് ഇങ്ങനെയൊരു അലകൾ പരത്താൻ ബാബ പറയാ, സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും. ഇസ് വർഷ ജോ ഹാപ്പി ഓർ ഹോപ്പ് की टॉपिक रखी है उसी प्रमाण हिम्मत दिलावो, उमंग उत्सव दिलावो, बाप का वर्षा दुख अशांति से മുക്തി ദിലാവോ. അപ്പൊ ബാബ പറയാണ്, ഈ ഒരു വർഷം ടോപ്പിക് വെച്ചിട്ടുണ്ട്, അതായത് ഹാപ്പിയുടെയും അതുപോലെ ഹോപ്പിന്റെയും ആ ഒരു ടോപ്പിക് വെച്ചിട്ടുണ്ട്. അത് പ്രമാണം ബാബ പറയാ, നിങ്ങൾ ധൈര്യം ഉണർത്തിക്കൂ, അതുപോലെ ഉമങ്ക് ഉത്സാഹം അല്ലെ ഉത്സാഹവും ഉന്മേഷവും ഉണർത്തിക്കൂ, അതുപോലെ ബാബയുടെ സമ്പത്ത് അല്ലെ അതിന്റെ അവര് അധികാരികളാക്കി മാറ്റൂ. ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും അവരെ മോചിപ്പിച്ച് ബാബയുടെ സമ്പത്തിന്റെ അവകാശികളാക്കി അവരെ മാറ്റണം. ആ ഒരു കാര്യവും അവരിൽ ഉണർത്തിക്കാൻ ബാബ പറയാണ്. അഭി ആവശ്യകത സകാശ് ദേനേക്ക് സ്യാദാ ഹേ. ബാബ പറയാണ്, ഇപ്പോ സകാശ് കൊടുക്കുന്നതിന്റെ ആവശ്യകത ധാരാളമുണ്ടെന്ന് പറയാം. വളരെ നന്നായിട്ടുള്ള സമയമാണിത്, കാരണം അത്രയും നല്ല രീതിയിൽ മനസ്സാൽ നമ്മൾ സകാശ് കൊടുക്കേണ്ട സമയമാണ്. ഈ സേവാമേം मन को बिसी रखो तो മായാജീത് വിജയി ആത്മാ സ്വതഹി ബഞ്ചായെങ്കെ. ഈ ഒരു സേവനത്തിൽ അല്ലെ മനസ്സാ സേവനം, മനസ്സാ സകാശ് കൊടുക്കുന്നതിന്റെ, ദുഃഖിതരും അശാന്തരുമായിട്ടുള്ള ആത്മാക്കൾക്ക് മനസ്സാ സകാശ് കൊടുക്കുന്നതിന്റെ സേവനത്തിൽ നിങ്ങൾ ബിസി ആയിരിക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾക്ക് മായാജീത്ത് വിജയി ആത്മാവായിട്ട് സ്വതവേ മാറാൻ സാധിക്കും. ബാക്കി ചോട്ടി ചോട്ടി ബാത്തേം तो साइड सीन है, साइड सीन में कुछ अच्छा भी आता है, कुछ बुरी चीजें भी आती है. ബാബ പറയുന്നത് ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അതായത് വഴിയോര കാഴ്ചകളാണെന്ന് ബാബ പറയാ. ഈ വഴിയോര കാഴ്ചകളില് ബാബ പറയണത് കുറച്ചൊക്കെ നല്ലതും വരും, കുറച്ചൊക്കെ മോശമായതൊക്കെ വരും. तो साइड सीन को क्रॉस कर मंजिल पर पहुंचना होता है. അപ്പൊ ബാബ പറയുന്നത് ഈ സൈഡ് സീനുകളെല്ലാം നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം.
സൈഡ് സീൻ ദേഖ്നെ കെ ലിയെ സാക്ഷി ദൃഷ്ടാ കി സീറ്റ് പർ സെറ്റ് രഹോ ബസ്. ബാബ പറയുന്നത് ഈ വഴിയോര കാഴ്ചകൾ അല്ലേ, അതായത് നമ്മളുടെ ഈ ജീവിതയാത്രയിൽ പലതും നമുക്ക് കാണേണ്ടി വരും. ബാബ പറയുന്നത് ഇതെല്ലാം കാണുന്നതിനായിട്ട് നിങ്ങൾ എങ്ങനെയിരിക്കണം? സാക്ഷി ദൃഷ്ട, ആ ഒരു സീറ്റിൽ നിങ്ങൾ സെറ്റായിട്ടിരിക്കൂ. തോ സൈഡ് സീൻ മനോരഞ്ജൻ ഹോ ജായേഗി. അപ്പൊ ബാബ പറയാണ് അങ്ങനെ ആ സാക്ഷി സീറ്റില് സെറ്റായിട്ടിരിക്കുമ്പോൾ ഈ സൈഡ് സീനുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് ഉത്സാഹം തരുന്നവയായിട്ട് മാറുന്ന ബാബ പറയാ. തോ എവറഡി ഹോന, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവറഡി അല്ലേ? കൽബി കുച്ച് ഹോ ജായേ എവറഡി ഹേ. ഇപ്പൊ നാളെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ എവറഡി ആണോ? പഹലി ലൈൻ എവറഡി ഹേ. ബാബ ചോദിക്കുകയാണ്, അപ്പോ മുന്നിലിരിക്കുന്ന കുട്ടികൾ അല്ലേ, അവരെവറഡി ആണോ? കൽബി ഹോ ജായേ തോ ടീച്ചേഴ്സ് തയ്യാർ ഹേ തോ അച്ഛ. ബാബ പറയുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ എവറഡി ആണോ? ടീച്ചേഴ്സ് തയ്യാറാണോ? എങ്ങനെയെങ്കിൽ വളരെ നല്ലതെന്ന് ബാബ പറയാ. യഹ് വർഗ് വാലെ തയ്യാർ ഹേ. അതായത് ടീച്ചേഴ്സിന്റെ വിഭാഗത്തിലുള്ളവര് തയ്യാറാണെന്ന് ബാബ പറയാ. ജിത്തനെ ബി വർഗ് ആയേ ഹോ എവറഡി. ബാബ പറയാണ് ഏതൊക്കെ വിഭാഗത്തിലുള്ളവർ ഇവിടെ വന്നിട്ടുണ്ടോ അല്ലെ, പല പല വിഭാഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ എവറഡി ആണോ എന്ന് ബാബ ചോദിക്കാം. സോച്ചന ദേഖ്ന ദാദിയാം ദേഖ് രഹി ഹോ സബ് ഹാത്ത് ഹിലാ രഹേ ഹേ. ബാബ പറയണ നിങ്ങൾ ചിന്തിക്കണം അല്ലെ, എവറഡി ആണോ എന്ന് സ്വയം ചിന്തിക്കണം. ബാബ പറയാണ് ദാദിയന്മാരോട് പറയാണ്, അതായത് ഇവരെല്ലാവരും കൈ ഉയർത്തുന്നൊക്കെയുണ്ട്, കാണുന്നില്ലേ എന്ന് ദാദിമാരോട് ചോദിക്കാം ബാബ. അച്ചാഹേ മുബാരക്കോ. ബാബ പറയണ വളരെ നല്ലത്, ആശംസകൾ. അഗർ നെഹി ബി ഹേനാ തോ ആജ് കി രാത് തക് ഹോ ജാനാ ക്യോംകി സമയ് ആപ്കാ ഇന്തസാർ കർ രഹാ ഹേ. ഇനി അഥവാ ബാബ പറയുന്നത് നിങ്ങൾ എവറഡി അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ നിങ്ങൾ അങ്ങനെയാകൂ. എന്തുകൊണ്ടാണ്? സമയം താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ബാപ് ദാദ മുക്തി കാ ഗേറ്റ് കോൽനെ കാ ഇന്തസാർ കർ രഹാ ഹേ. ബാപ് ദാദയാണെങ്കിലോ മുക്തിയുടെ ഗേറ്റ് തുറക്കുന്നതിനായിട്ട് നിങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ് പാർട്ടി ആപ്കാ ആഹ്വാൻ കർ രഹി ഹേ. അതുപോലെ അഡ്വാൻസ് പാർട്ടിയും താങ്കൾ കുട്ടികളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാ നെഹി കർ സക്തേ ഹോ മാസ്റ്റർ സർവശക്തിവാൻ തോ ഹോ ഹി. ബാബ പറയണ എന്താ നിങ്ങൾക്കപ്പോൾ ചെയ്യാൻ സാധിക്കില്ലേ? കാരണം നിങ്ങളെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ബാബ പറയാണ് ബാബ്ദാദയും മുക്തിയുടെ ഗേറ്റ് തുറക്കാൻ കാത്തിരിക്കുകയാണ്, സമയവും കാത്തിരിക്കുകയാണ്, അഡ്വാൻസ് പാർട്ടിയും കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുക ബാബ. കാരണം നിങ്ങൾ മാസ്റ്റർ സർവശക്തിവാനല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയില്ലേ? ദൃഢ സങ്കല്പ് കരോ യഹ് കർണാ ഹേ യഹ് നെഹി കർണാ ഹേ ബസ്. അതായത് ബാബ പറയാണ് ദൃഢസങ്കല്പം ചെയ്യൂ, ഇത് ചെയ്യുക തന്നെ വേണം, ഇത് ചെയ്യണ്ട. അതായത് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യേണ്ടത് ഏതാണോ അത് ചെയ്യുക തന്നെ വേണം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ദൃഢസങ്കല്പം ചെയ്യൂ എന്ന് ബാബ പറയാം. നെഹി കർണാ ഹേ തോ ദൃഢ സങ്കല്പ സേ നെഹി കോ നെഹി കർക്കെ ദിക്കാവോ. അപ്പൊ ചെയ്യേണ്ടാത്ത കാര്യമാണെങ്കിൽ ദൃഢസങ്കല്പത്തിലൂടെ ഇല്ല എന്നതിനെ അങ്ങനെ തന്നെ ആക്കി കാണിക്കൂ അല്ലെ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെ കാണിച്ചു കൊടുക്കണം. മാസ്റ്റർ തോഹോ ഹി അന. ബാബ പറയാ നിങ്ങൾ മാസ്റ്റർ അല്ലേ ഇതില്. അച്ഛാ അഭി പഹലി ബാർ കോൻ ആയേ ഹേ ജോ പഹലി ബാർ ആയേ ഹേ വഹ് ഹാത്ത് ഉടാവോ. ബാബ ചോദിക്കാണ് അടുത്തത്, ഈ ആദ്യത്തെ തവണ വന്നിട്ടുള്ളവർ ആരൊക്കെയാണ് എന്ന് ബാബ ചോദിക്കാം. ആരാണോ ആദ്യത്തെ പ്രാവശ്യം വന്നിട്ടുള്ള കുട്ടികൾ അവര് കൈ ഉയർത്തൂ എന്ന് ബാബ പറയാ. ഊഞ്ചാ ഹാത്തുടാവോ ഹിലാവോ. അതായത് ബാബ പറയാ നല്ല ഉയർന്ന് നിങ്ങൾ കൈ ഉയർത്തു, അതുപോലെ കൈ വീശൂ. ഇത്തനെ ആയേ ഹേ, ഇത്രയും കുട്ടികൾ വന്നിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുക. അച്ഛാ ഹേ, വളരെ നല്ലത്. ജോബി പഹലെ ബാരി ആയേ ഹേ ഉൻകോ പദം ഗുണ മുബാരക് ഹേ മുബാരക് ഹേ. ബാബ പറയാണ് ആരാണോ ആദ്യത്തെ പ്രാവശ്യം വന്നിട്ടുള്ള കുട്ടികൾ ആ കുട്ടികൾക്ക് ബാബ കോടി തവണ ആശംസകൾ കൊടുക്കാണ്. बाप दादा खुश होते हैं कि कल्प पहले वाले बच्चे फिर से अपने परिवार में पहुंच गए, इसलिए अभी पीछे आने वाले कमाल करके दिखाना.
ബാബ്ദാദയ്ക്കാണെങ്കിൽ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? കൽപ്പം മുമ്പ് വന്നിട്ടുള്ള തൻ്റെ അതേ കുട്ടികൾ പിന്നെ വീണ്ടും ഈ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അത് കാണുമ്പോൾ ബാബ്ദാദയ്ക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ബാബ പറയാണ്, ഇപ്പം ആരാണോ പിന്നിൽ വന്നിട്ടുള്ള കുട്ടികൾ അവരെ ഇനി അത്ഭുതം ചെയ്ത് കാണിക്കണം. പീച്ചെ രഹന നഹി, പീച്ചെ ആയേ ഹോ ലേക്കിൻ പീച്ചെ നഹി രഹന. അല്ലെ, നിങ്ങൾ പുറകിലാണ് വന്നത്, പക്ഷെ നിങ്ങൾ പുറകിൽ വന്നതെന്ന് കരുതി നിങ്ങൾ പുറകിൽ ഇരിക്കരുത്. അതായത് പിന്നിലേക്ക് ആകരുതെന്ന് ബാബ പറയാം. നിങ്ങൾ മുന്നോട്ട് വരണം, അല്ലേ, അല്ലാതെ പിന്നിലിരിക്കരുത്. ആകേസെ ആകെ രഹന, മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കണം. ഇസ്കേലിയെ തീവ്ര പുരുഷാർത്ഥി കർണാ പടേക, ഇതിനായിട്ട് നിങ്ങൾ തീവ്ര പുരുഷാർത്ഥം ചെയ്യണം. അല്ലേ, ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണല്ലോ വന്നിട്ടുള്ളത്. കാരണം അവസാനമായി. ബാബ പറയണ, നിങ്ങൾ അവസാനം വന്നു എന്ന് കരുതി നിങ്ങൾ അവസാനത്തിൽ ഇരിക്കരുത്, തീവ്ര പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് ബാബ പറയാ. ഹിമ്മത്ത് ഹേന, നിങ്ങൾക്കതിന് ധൈര്യമില്ലേ? ഹിമ്മത്ത് ഹേ, ബാബ വീണ്ടും ചോദിക്കുകയാണ്, ധൈര്യമുണ്ടോ? അച്ഛാ, ഹിമ്മത്തെ ബച്ചേ മദദേ ബാബ്ദാദ ഓർ പരിവാർ ഹേ. ബാബ പറയാണ്, ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബ്ദാദയുടെ സഹായവും പരിവാരത്തിന്റെ സഹായവും ഉണ്ടാവും. അച്ഛാ ഹേ ക്യോംകി ബച്ചേ ഘർ കാ ശൃംഗാർ ഹോ. കാരണം ബാബ പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് വീടിന്റെ അലങ്കാരമാണ്. തോ ജോ ബി ആയേ ഹേ വഹ് മധുബൻ കെ ശൃംഗാർ ഹേ. ബാബ പറയണ നോക്കൂ, ആരൊക്കെയാണോ കുട്ടികൾ വന്നിട്ടുള്ളത് അവർ ഈ മധുബന്റെ അലങ്കാരമാണ്. അല്ലെ, മധുബനല്ലേ നമ്മളുടെ വീട്. അപ്പൊ വീടിന്റെ അലങ്കാരമാണ് നമ്മൾ കുട്ടികൾ. അപ്പൊ ബാബ പറയാണ്, ഈ ആരൊക്കെയാണോ വന്നിട്ടുള്ള കുട്ടികൾ അവരെല്ലാവരും ഈ മധുബന്റെ അലങ്കാരമാണ്. അച്ഛാ, സേവാക്ക ടേൺ ഭോപ്പാൽ സോൺ കാഹെ. അപ്പൊ ആ ഒരു സമയത്ത് സേവനത്തിന്റെ ടേൺ ഭോപ്പാൽ സോണിനായിരുന്നു. അപ്പൊ ബാബ അവരോട് സംസാരിക്കുകയാണ്. അച്ഛാ, ബഹുത് ആയേ ഹേ, ജണ്ടിയാം ഹിലാ രഹേ ഹേ. അച്ഛാ ഹേ, ഗോൾഡൻ ചാൻസ് തോ മിലാ ഹേന. ബാബ പറയണ, ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ, പതാകയൊക്കെ വീശുന്നുണ്ട്, വളരെ നല്ലത്. ബാബ പറയാ, നിങ്ങൾ കുട്ടികൾക്ക് ഗോൾഡൻ ചാൻസ് അല്ലേ കിട്ടിയിരിക്കുന്നത്. അച്ഛാ, ജോ ബി സേവാ കെ നിമിത്ത് ആയേ ഹുയേ ഹേ ഇൻമേം സേ സബീനെ സേവാ കാ ജോ ബൽ ഹേ ഫൽ ഹേ അതീന്ദ്രിയ സുഖ കി അനുഭൂതി കാ വഹ് അനുഭവ് കിയ. അപ്പൊ ബാബ ചോദിക്കാണ്, ആരൊക്കെയാണോ സേവനത്തെ പ്രതി ഇവിടെ വന്നിട്ടുള്ളത്, ഇതില് എല്ലാ കുട്ടികളും ആ സേവനത്തിന്റെ ബലം അഥവാ സേവനത്തിന്റെ ഫലമായിട്ടുള്ള ആ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്തോ എന്ന് ബാബ ചോദിക്കാം. അബി ബലെ ഹാം കേലിയെ ജണ്ടി ഹിലാവോ ജിസ്നെ കിയാഹോ. ആരൊക്കെയാണ് ഈ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്തിട്ടുള്ളത് അവര് പതാക വീശി കാണിക്കൂ എന്ന് ബാബ പറയാ. അച്ഛാ, അബി തോ അതീന്ദ്രിയ സുഖ കാ അനുഭവ് കിയ യഹ് സദാ രഹേഗ. ബാബ ചോദിക്ക, വളരെ നല്ലത്. അതായത് നിങ്ങൾ ഏതുവരെ ഈ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളിൽ സദാ ഉണ്ടാകുമോ? യാ തോടാ സമയ രഹേഗ, അതോ നിങ്ങൾക്ക് കുറച്ച് സമയമേ അതിൽ നിങ്ങളിൽ ഇരിക്കൂ, അതോ സദാ ഉണ്ടാകുമോ? ജോ ദിൽ സേ പ്രോമിസ് കർത്താ ഹേ ദേക്കാ ദേക്കി ഹാത്ത് നഹി ഉഡാന. ജോ ദിൽ സേ സമझते हैं कि मैं इस प्राप्ति को सदा कायम रखूंगा, വിഘ്ന വിനാശക ബനൂങ്ക വഹ് ജണ്ടി ഹിലാവോ. ബാബ ചോദിക്കുകയാണ് കുട്ടികളോട്, ആരാണോ ഹൃദയത്തിൽ നിന്ന് ഈ പ്രാപ്തി സദാ ഞങ്ങള് നിലനിർത്തും, അതുപോലെ വിഘ്ന വിനാശകനായിട്ട് ഭവിക്കും, അങ്ങനെയുള്ള കുട്ടികള് ഈ പതാക വീശി കാണിക്കൂ എന്ന് ബാബ പറയാ. ഹൃദയത്തിൽ നിന്ന് വേണം, അല്ലാതെ ബാബ പറയണത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിയിട്ട് കൈ ഉയർത്തല്ല വേണ്ടത്. ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏത് പ്രാപ്തിയാണോ ലഭിച്ചിട്ടുള്ളത്, അതായത് ആ അതീന്ദ്രിയ സുഖത്തിന്റെ ആ പ്രാപ്തി നമ്മൾ സദാ അത് നിലനിർത്തും, അങ്ങനെ അതുപോലെ വിഘ്ന വിനാശകനായിട്ട് മാറും എന്ന് ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കുട്ടികളാണ് ബാബ പറയുന്നത് നിങ്ങൾ പതാക വീശി കാണിക്കൂ. अच्छा देखो आप टीवी में आ रहे हो फिर यह टीवी का ഫോട്ടോ भेजेंगे. ബാബ പറയാണ്, വളരെ നല്ലത്, നോക്കൂ നിങ്ങൾ ടി വിയിലൊക്കെ വരുന്നുണ്ട്, കാരണം കൈ ഉയർത്തി കാണിക്കുമ്പോൾ അവരെ ടി വിയിൽ കാണിക്കുമല്ലോ. അപ്പൊ ബാബ പറയാണ്, ഈ ടി വിയുടെ ഈ ഫോട്ടോ നിങ്ങൾക്ക് അയക്കാന്ന് ബാബ പറയാം.
അച്ഛ യഹ് ചാൻസ് ജോ രക്കാ ഹേ വഹ് ബഹുത് അച്ഛാ ഹേ. അതായത് ആരൊക്കെയാണോ ഈ ചാൻസ് എടുത്തിട്ടുള്ളത് അത് വളരെ നല്ലതെന്ന് ബാബ പറയാ. ചാൻസ് ലേത്തെ ബി ഖുഷി സേ ഹേ और टर्न बाय टर्न सभी को कुली दिल से छुट्टी भी मिल जाती है आने की. അപ്പൊ ബാബ പറയണത് ചാൻസ് എടുക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ ചാൻസ് എടുക്കുന്നത് അല്ലെ. ഓരോ സോണ് വരണ സമയത്ത് ആണല്ലോ അവർക്ക് ആ ചാൻസ് ലഭിക്കുന്നത്. അപ്പൊ ബാബ പറയാണ് ചാൻസ് എല്ലാം കുട്ടികൾ വളരെ സന്തോഷത്തോടെ എടുക്കുന്നുണ്ട്. അതുപോലെ ടേൺ ബൈ ടേൺ ആയിട്ട് എല്ലാവർക്കും ചുട്ടിയും ലഭിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരാനായിട്ട് ലീവൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ബാബ പറയുന്നത് ഇവിടേക്ക് വരാൻ കുട്ടികൾക്ക് അവധിയൊക്കെ കിട്ടുന്നുണ്ട്. അച്ഛ അബി കമാൽ ക്യൂം കരേങ്കെ ക്യാ കരേങ്കെ അബി കമാൽ ക്യാ കരേങ്കെ 2008 में आपको प्रत्यक्ष करके दिखाएंगे. അപ്പൊ ബാബ പറയാണ് 2008 ബാബയെ പ്രത്യക്ഷമായി കാണിക്കും എന്നുള്ളൊരു അത്ഭുതം അത് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. अच्छा है एक दो को സഹयोग देकर इस वायदे को पूरा करना. അതായത് നിങ്ങൾ ഏത് പ്രതിജ്ഞയാണോ എടുത്തിട്ടുള്ളത് ആ പ്രതിജ്ഞ നിങ്ങൾ പരസ്പരം സഹയോഗം കൊടുത്തിട്ട് ആ പ്രതിജ്ഞ നിങ്ങൾ നിറവേറ്റണം. അതായത് 2008 ബാബയെ പ്രത്യക്ഷമാക്കി കാണിക്കും, ആ പ്രതിജ്ഞയാണ് കുട്ടികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാബ പറയാണ് അത് നിങ്ങൾ പരസ്പരം സഹയോഗം കൊടുത്തിട്ട് ആ ഒരു പ്രതിജ്ഞ നിങ്ങൾ പൂർത്തീകരിക്കൂ. സരൂർ കരയെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ബാബ പറയാ. മാസ്റ്റർ സർവശക്തിവാൻ കേലിയെ കോയി ബി വായദ നിബാന കോയി ബഡി ബാത്ത് നഹി. ബാബ പറയുന്നത് മാസ്റ്റർ സർവശക്തിവാനായിട്ടുള്ള കുട്ടികൾക്ക് അതായത് ഏതൊക്കെ പ്രതിജ്ഞയാണോ എടുത്തിട്ടുള്ളത് ആ പ്രതിജ്ഞ നിറവേറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർ സർവശക്തിവാനായിട്ടുള്ള കുട്ടികൾക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് ബാബ പറയാ. ഈസി ആയിട്ട് ആ പ്രതിജ്ഞ നിറവേറ്റാൻ സാധിക്കുമെന്ന് ബാബ പറയാ. സിർഫ് ദൃഢതാക്കോ സാത്തി ബനാക്കെ രക്കന. കേവലം നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി, ദൃഢതയെ നിങ്ങൾ കൂട്ടുകാരനാക്കി കൂടെ വെക്കൂ. അപ്പൊ ഏത് പ്രതിജ്ഞയാണോ എടുത്തിട്ടുള്ളത് ആ പ്രതിജ്ഞ പാലിക്കാനായിട്ട് ബാബ പറയാണ് നിങ്ങൾ കേവലം കൂടെ വെക്കേണ്ടത് ആരെയാണ്? ദൃഢതയെ കൂടെ വെക്കൂ. ദൃഢതാക്കോ നെഹി ചോടന ക്യോംകി ദൃഢത സഫലത കി ചാബി ഹേ. നിങ്ങൾ ഒരിക്കലും ദൃഢതയെ ഉപേക്ഷിക്കരുത്, കാരണം ദൃഢത എന്ന് പറയുന്നത് സഫലതയുടെ താക്കോലാണ്. അപ്പൊ സഫലത വേണമെങ്കിൽ ഏതൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും അതില് സഫലത വേണമെങ്കിൽ അതിനായിട്ട് എന്താണ് വേണ്ടത്? ദൃഢതയാണ്. തോ ജഹാം ദൃഢത ഹോഗി വഹാം സഫലത ഹേ ഹി ഹേ. ബാബ പറയാണ് എവിടെയാണോ ദൃഢതയുള്ളത് അവിടെ തീർച്ചയായിട്ടും സഫലത ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. എസേ ഹേന, അങ്ങനെയല്ലേ എന്ന് ബാബ ചോദിക്കാം. കർക്കെ ദിക്കായെങ്കെ, ചെയ്ത് കാണിക്കണമെന്ന് ബാബ പറയാ. ബാബ് ദാദാ കോ ബി ഖുഷി ഹേ അച്ഛാ ഹേ ദേക്കോ കിത്തനോം കോ ചാൻസ് മിൽത്താ ഹേ. ബാബ് ദാദയ്ക്കും വളരെ സന്തോഷമാണ്. ബാബ പറയാ എത്ര പേർക്കാണ് ചാൻസ് ലഭിക്കുന്നത്? ആദാ ക്ലാസ് തോ സേവാ കർണേ വാലോം കി തരഫ് കാ ഹോത്താ ഹേ. ഇതിൽ പകുതി ക്ലാസ്സും ബാബ നോക്കുമ്പോൾ പകുതി ക്ലാസ്സും കുട്ടികൾ സേവനം ലഭിച്ചിട്ടുള്ള കുട്ടികളാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അച്ഛാ ഹേ ദേക്കോ സാഗാർ ബാബാ കെ ഹോത്തെ ഹുയേ ബഹുത് അച്ഛാ പാർട്ട് ബജായാ ഹേ. അതായത് ബാബ പറയാണ് സാഗാര ബാബയോടൊപ്പം ഇരുന്നിട്ടും വളരെ നല്ല പാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബാബ പറയാണ് പഹല മ്യൂസിയം ഇസ്നെ മഹേന്ദ്രബായിനെ തയ്യാറാക്കിയ. അതായത് മഹേന്ദ്രബായിയെ കുറിച്ചിട്ടാണ് അവിടെ ബാബ പറയുന്നത്. അതായത് ഈ മഹേന്ദ്രബായി സാഗാര ബാബയോടൊപ്പം നല്ല രീതിയിൽ പാർട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ബാബ പറയാണ് ഈ ബായി തന്നെയാണ് ആദ്യത്തെ മ്യൂസിയവും തയ്യാറാക്കിയത്. തോ ദേക്കോ സാഗാർ ബാപ്പ് കി ദുവായേ സാരേ സോൺ കോഹേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാബ പറയുന്നത് ആ സാഗാര ബാബ, ആ ബാബയുടെ ആശീർവാദങ്ങൾ ഈ മുഴുവൻ സോണിനുമുണ്ട്. അപ്പൊ ആ സോണിലുള്ള ഒരു ബായിയെ പറ്റിയിട്ടാണ് ബാബ എന്ന് പറഞ്ഞത്. അതായത് ആ ബായിയാണ് ആദ്യം ഈ മ്യൂസിയം എല്ലാം തയ്യാറാക്കിയിരുന്നത്. അപ്പൊ ബാബ പറയാണ് അതുകൊണ്ട് തന്നെ ആ സാഗാര ബാബയുടെ ആശീർവാദം മുഴുവൻ സോണിനുണ്ടെന്ന് പറയാ. അബി കോയി നവനീത കർക്കെ ദിക്കായെങ്കെ. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് അല്ലെ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം.
अभी बहुत समय हो गया है, कोई नई ഇൻവെൻഷൻ नहीं निकाली है. ഒരുപാട് സമയം കടന്നുപോയി, ഇപ്പൊ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ബാബ പറയാ. വർഗീകരൺ ബി അബി പുരാന ഹോ ഗയ, വർഗീകരണവും ഇപ്പൊ പഴയതായി മാറി. പ്രദർശനിയാം, മേള, കോൺഫറൻസ്, സ്നേഹമിലൻ, യഹ് സബ് ഹോ ഗയെ. ബാബ പറയാണ്, ഈ പ്രദർശനികൾ ചെയ്യുക, മേളകൾ, അതുപോലെ കോൺഫറൻസ്, സ്നേഹത്തോടെയുള്ള ആ മിലനം, ഇതെല്ലാം കഴിഞ്ഞു എന്ന് ബാബ പറയാം. കാരണം ഒരുപാട് സേവനങ്ങൾ നടന്നു കഴിഞ്ഞുല്ലോ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അബി കോയി നൈ ബാത്ത് നിക്കാലോ. ബാബ പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കൊണ്ടുവരോ. ഷോർട്ട് ഓർ സ്വീറ്റ്, ഖർച്ച കം ഓർ സേവാ സ്യാദ. അതായത് പുതിയ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം? ഷോർട്ട് ആയിരിക്കണം, സ്വീറ്റ് ആയിരിക്കണം, അതുപോലെ ചിലവ് കുറവായിരിക്കണം, സേവനം ധാരാളം ഉണ്ടായിരിക്കണം. റായ് ബഹാദാർ ഹൂന. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ അതായത് നിർദ്ദേശമൊക്കെ കൊടുക്കുന്നതിൽ നിങ്ങൾ സമർത്ഥരല്ലേ. അപ്പൊ നിർദ്ദേശം എങ്ങനെയുള്ളതായിരിക്കണം? പുതിയ സേവനത്തെ പ്രതി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഷോർട്ടായിരിക്കണം, സ്വീറ്റ് ആയിരിക്കണം, അതുപോലെ ചിലവ് കുറവായിരിക്കണം, സേവനം ധാരാളം നടക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ബാബ പറയാണ്. അപ്പൊ ബാബ ചോദിക്കുക, നിങ്ങൾ നിർദ്ദേശം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ സമർത്ഥരല്ലേ. തോ റായ് ബഹാദൂർ നൈ റായ് നിക്കലോ. അതുകൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നതിൽ സമർത്ഥരായിട്ടുള്ള കുട്ടികൾ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരൂ. ജൈസെ പ്രദർശിനി നിക്കലി, ഫിർ മേള നിക്കല, ഫിർ വർഗീകരൺ നിക്കല, ഏസെ കോയി നൈ ഇൻവെൻഷൻ നിക്കാലോ. എങ്ങനെയാണോ നിങ്ങൾ ഈ പ്രദർശിനി കൊണ്ടുവന്നത് അല്ലെ, പ്രദർശിനി ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതൊരു പുതുമയായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ബാബ പറയുന്നത്, എങ്ങനെയാണോ ഈ പ്രദർശിനി നിങ്ങൾ കൊണ്ടുവന്നത്, അതിനുശേഷം നിങ്ങൾ മേള കൊണ്ടുവന്നു, പിന്നെ ഈ വർഗീകരണം കൊണ്ടുവന്നു, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ പുതിയ കാര്യങ്ങളായിട്ടാണല്ലോ ഇതെല്ലാം കൊണ്ടുവന്നത്, അതുപോലെ ബാബ പറയുന്നത് പുതിയതായിട്ട് ഉള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ അല്ലെ, ഈ സേവനം ചെയ്യാനുള്ള പുതിയ ഏതെങ്കിലും രീതികൾ നിങ്ങൾ കൊണ്ടുവരൂ. ദേക്കേങ്കെ കോൻ നിമിത്ത് ബൻതാഹെ. ബാബ പറയാം, നോക്കാം ആരാണ് ഇതിന് നിമിത്തമായിട്ട് മാറുന്നതെന്ന്. അച്ഛാഹേ ഹിമ്മത്ത് വാലേ ഹേ, ഇസ്ലിയെ ബാപ് ദാദാ ഹിമ്മത്ത് രഖനെ വാലോം കോ സദാ അഡ്വാൻസ് മേ മദത് കി മുബാരക് ദേ രഹേ ഹേ. ബാബ പറയണത്, അതായത് ധൈര്യശാലികളായ കുട്ടികളല്ലേ നിങ്ങൾ, അതുകൊണ്ട് ബാപ് ദാദാ അങ്ങനെ ധൈര്യം വെക്കുന്ന കുട്ടികൾക്ക് സദാ അഡ്വാൻസ് ആയിട്ട് ബാബയുടെ സഹായം കൊടുക്കുകയാണ്. അതിനായിട്ട് ബാബ പറയുന്നത്, അതായത് നിങ്ങൾ ധൈര്യം വെക്കണം. അപ്പൊ ധൈര്യശാലികളായ കുട്ടികളാണ്, അതുകൊണ്ട് ബാപ് ദാദ ധൈര്യം വെക്കുന്ന കുട്ടികൾക്ക് സദാ എന്താ ബാബ പറയുന്നത്, അഡ്വാൻസ് ആയിട്ട് സഹായത്തിന്റെ ആശംസകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾ ധൈര്യശാലി കുട്ടികളാണല്ലോ. अभी एक सेकंड में सभी बहुत मीठी स्वीट साइलेंस की स्टेज के अनुभव में खो जावो. അപ്പോൾ ബാബ്ദാദ അന്ന് ഡ്രില്ല് ചെയ്യിക്കുകയാണ് കുട്ടികളെ. അതായത് എല്ലാ കുട്ടികളും മധുരമായ ആ സ്വീറ്റ് സൈലൻസിന്റെ ആ ഒരു സ്റ്റേജിന്റെ അനുഭവത്തിൽ ഇരിക്കൂ എന്ന് ബാബ പറയാ. അങ്ങനെ ബാബ ഡ്രില്ല് ചെയ്യിച്ചു എന്ന കുട്ടികളെ. അച്ഛാ, चारों मोर के सर्व तीव्र पुरुषार्थी सदा दृढ़ संकल्प द्वारा सफलता को प्राप्त करने वाले सदा विजय के तिलकधारी बाप दादा के दिल तख्तधारी डबल ताजधारी विश्व कल्याणकारी सदा लक्ष्य और लक्षण को समान करने वाले परमात्मा प्यार में चलने वाले ऐसे सर्वश्रेष्ठ बच्चों को बाप दादा का याद प्यार, दिल की दुआएं और नमस्ते. അപ്പൊ ബാബ സ്നേഹസ്മരണ തരാണ്. എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ബാബ പറയുന്നത്? അതായത് സർവ തീവ്ര പുരുഷാർത്ഥി കുട്ടികൾക്ക്, അതുപോലെ സദാ ദൃഢസങ്കല്പത്തിലൂടെ സഫലത പ്രാപ്തമാക്കുന്ന കുട്ടികൾക്ക്, സദാ വിജയത്തിന്റെ തിലകധാരിയായിട്ടുള്ള കുട്ടികൾക്ക്, അതുപോലെ ബാപ് ദാദയുടെ ഹൃദയ സിംഹാസനധാരി കുട്ടികൾ, ഡബിൾ താജ്ധാരി അല്ലെ ഡബിൾ കിരീടധാരി കുട്ടികൾക്ക്, വിശ്വമംഗളകാരി കുട്ടികൾക്ക്, സദാ ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കി കൊണ്ടുപോകുന്ന കുട്ടികൾക്കും,
പരമാത്മാ പ്യാർമേം ചലനെ, അതായത് പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ പാലിക്കപ്പെടുന്ന കുട്ടികൾക്ക്, അങ്ങനെയുള്ള സർവ ശ്രേഷ്ഠ കുട്ടികൾക്കും ബാപ്ദാദ സ്നേഹസ്മരണ കൊടുക്കാണ്. ഹൃദയത്തിൽ നിന്നും ആശീർവാദവും നമസ്തേയും പറയാണ് ബാബ. ബാപ് ദാദാ കോ ഭി ഹം ബച്ചോं का याद प्यार, ഗുഡ് മോർണിംഗ് ഓർ നമസ്തേ. ഇനി ബാബ ദാദിമാരോട് പറയാണ്, ബച്ചേ ഹാജിർ ഹേ തോ ബാപ്പ് തോ ഗാജിർ ഹോന. ബാബ പറയാണ്, കുട്ടികള് ഹാജിരാണ്, അപ്പൊ ബാബയും ഹാജിരായിരിക്കുമല്ലോ. നാ ബാപ്പ് ബച്ചോം സേ ദൂർ ഹോ സക്ത, നാ ബച്ചേ ബാപ്പ് സേ ദൂർ ഹോ സക്ത. കുട്ടികൾക്ക് ഒരിക്കലും ബാബയിൽ നിന്നും ദൂരെയായിട്ടിരിക്കാനും കഴിയില്ല, ബാബയ്ക്കും കുട്ടികളിൽ നിന്നും ദൂരെയായിട്ടിരിക്കാൻ കഴിയില്ല. വായദാ ഹേ സാത്ത് ചലേങ്കെ, ആദാ കൽപ്പ് ബ്രഹ്മ ബാപ്പ് കെ സാത്ത് രഹേങ്കെ. അപ്പോൾ കുട്ടികൾ എന്താണ്, പ്രതിജ്ഞയുണ്ട്, അതായത് കൂടെ ഇരിക്കും, കൂടെ തന്നെ വരും, അതുപോലെ പകുതി കൽപ്പം ബ്രഹ്മ ബാബയുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇത് എന്താണ്, പ്രതിജ്ഞയാണ് കുട്ടികളുടെ. ദാദി ജാനകി ജീനെ കഹാ വഹ് ബി ശിവബാബ ബി തോ സമായ ഹുവാ സാത്ത് മേം ഹേ. ജാനകി ദാദി അവിടെ പറയുന്നുണ്ട്, ശിവബാബയും അതോടൊപ്പം ചേർന്നിരിക്കുന്നുണ്ട് അല്ലെ. ബ്രഹ്മബാബയോടൊപ്പം മാത്രമല്ല, ശിവബാബയും അതിനോടൊപ്പം തന്നെ ചേർന്നിരിക്കുന്നുണ്ട്. ആപ്കി യഹ് അനുഭൂതി ടീക്ക് ഹേ. അപ്പോൾ ദാദിയോട് പറയാണ്, താങ്കളുടെ ഈ ഒരു അനുഭൂതി ശരിയാണ്. അബി തോ ഗ്യാരണ്ടി ഹേ ലേക്കിൻ ജബ് രാജ്യ കരേങ്കെ തോ നഹി ആയേങ്കെ. ഇപ്പൊ ഗ്യാരണ്ടിയാണ് അല്ലെ. ബാബ്ദാദ, അതായത് ബ്രഹ്മബാബയോടൊപ്പം ശിവബാബയും ചേർന്നിരിക്കുന്നുണ്ട്, അത് ഗ്യാരണ്ടിയാണ് ഇപ്പോൾ. പക്ഷെ ബാബ പറയുന്നത്, എപ്പോഴാണോ നിങ്ങൾ രാജ്യം ഭരിക്കുന്നത് ആ സമയത്ത് വരില്ല അല്ലെ. ആ സമയത്ത് ശിവബാബ ഉണ്ടാകില്ല. കൊയ് ദേക്കനെ വാലാബി ചാഹിയേന. അപ്പൊ ബാബ പറയാണ്, ആരെങ്കിലും കാണാനും വേണ്ടേന്ന്. അതായത് നിങ്ങൾ കുട്ടികൾ ഇവിടെ രാജ്യം ഭരിക്കുമ്പോൾ കാണാൻ ആരെങ്കിലും വേണ്ടേ എന്ന് ബാബ ചോദിക്കുക. ഡ്രാമാമേ പാർട്ട് ഹേ ബ്രഹ്മ ബാപ്പ് തോ സാത്ത് ഹേന. അപ്പൊ ഇത് ഡ്രാമയിൽ ബാബയുടെ പാർട്ട് അങ്ങനെയാണ് അല്ലെ. ബാബയുടെ പാർട്ട് ഈ ഒരു സമയത്ത് വന്ന് നമ്മൾ കുട്ടികളെ കിരീടധാരികളാക്കി മാറ്റി പിന്നെ ബാബ പോകും, പിന്നെ ബാബ അവിടെ ഇരുന്ന് കാണുക ചെയ്യാം. അപ്പൊ ബാബ പറയുന്ന ബാബയുടെ പാർട്ട് അതാണ് ഡ്രാമയില്. ബ്രഹ്മ ബാബ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു പറയാം. ദേക്കോ ഡ്രാമ ക്യാ കർത്താ ഹേ. അത് ബാബ പറയാൻ, നോക്കൂ ഡ്രാമ എന്താണ് ചെയ്യുന്നത്. ഈ ബാബ വരദാനം പറയാണ്, റിയാലിറ്റി ദ്വാര ഹർ കർമ്മ വാ ബോൽ മേം റോയൽറ്റി ദിക്കലാനെ വാലെ ഫസ്റ്റ് ഡിവിഷൻ കെ അധികാരി ഭവ. അതായത് റിയാലിറ്റിയിലൂടെ ഓരോ കർമ്മത്തിലും അതുപോലെ ഓരോ വാക്കിലും റോയൽറ്റി കാണിക്കുന്ന ഫസ്റ്റ് ഡിവിഷനിലെ അധികാരികളായിട്ട് ഭവിക്കട്ടെ. ഇതാണ് ബാബയുടെ വരദാനം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ബാബ പറയാണ്, റിയാലിറ്റി അർത്ഥാത് അപ്പനെ അസ്ലി സ്വരൂപ് കി സദാ സ്മൃതി ജിസ്സെ സ്ഥൂൽ സൂരത്ത് മേം ബി റോയൽറ്റി നസർ ആയേഗി. അപ്പൊ റിയാലിറ്റിയുടെ അർത്ഥം ബാബ പറയുന്നത്, നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തിൻ്റെ സദാ സ്മൃതി, നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണോ അതിൻ്റെ സ്മൃതി സദാ ഉണ്ടായിരിക്കുക, അതാണ് റിയാലിറ്റി. അതിലൂടെ ബാബ പറയുന്നത്, നിങ്ങളുടെ സ്ഥൂലമായിട്ടുള്ള മുഖത്തിൽ കൂടിയും ആ റോയൽറ്റി കാണപ്പെടും. അപ്പം നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ആത്മിക് സ്വരൂപം അല്ലേ. അതിൻ്റെ സ്മൃതി നമ്മൾക്ക് സദാ ഉണ്ടെങ്കിൽ അതാണ് റിയാലിറ്റി. അത് സദാ ഉണ്ടെങ്കിൽ ബാബ പറയുന്നത്, അതിലൂടെ നിങ്ങളുടെ സ്ഥൂലമായ ഈ മുഖത്തിലൂടെ റോയൽറ്റി കാണപ്പെടും. റിയാലിറ്റി അർത്ഥാത് ഏക് ബാപ്പ് ദൂസര നാ കോയി. റിയാലിറ്റിയുടെ അർത്ഥം ബാബ പറയാണ്, ഒരു ബാബ രണ്ടാമതൊരാളില്ല. ഇസ് സ്മൃതി സേ ഹർ കർമ്മ വാ ബോൽമേം റോയൽറ്റി ദിക്കായി ദേഗി. അതായത് ഒരേ ഒരു ബാബ രണ്ടാമതൊരാളില്ല. ഈ ഒരു സ്മൃതിയിലൂടെ ബാബ പറയുന്നത്, നിങ്ങളുടെ എല്ലാ കർമ്മവും അതുപോലെ നിങ്ങളുടെ ഓരോ വാക്കും കർമ്മത്തിലൂടെയും റോയൽറ്റി കാണപ്പെടുക തന്നെ ചെയ്യും അല്ലെ. ഒരു ബാബ രണ്ടാമതൊരാളില്ല എന്ന സ്മൃതിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ആ സ്വരൂപത്തിന്റെ സ്മൃതിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ
നമ്മുടെ ഓരോ വാക്കിലൂടെയും കർമ്മത്തിലൂടെയും റോയൽറ്റി, ആ രാജകീയത കാണപ്പെടുമെന്ന് ബാബ പറയാം. जो भी संपर्क में आएगा उन्हें हर कर्म में बाप समान चरित्र अनुभव होंगे. हर बोल में बाप के समान अथॉरिटी और प्राप्ति की अनुभूति होगी. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജാണ് നമ്മുടേതെങ്കിൽ ബാബ പറയുന്നത്, ആരൊക്കെയാണോ നിങ്ങളുടെ സമ്പർക്കത്തിലേക്ക് വരുന്നത് അവർക്ക് നമ്മുടെ ഓരോ കർമ്മത്തിലൂടെയും ബാബയ്ക്ക് സമാനം ചരിത്രം അനുഭവം ചെയ്യും. അതുപോലെ നമ്മുടെ ഓരോ വാക്കിലൂടെയും ബാബയ്ക്ക് സമാനം ആ ശക്തിയുടെ പ്രാപ്തിയുടെ അനുഭൂതി അവർക്കുണ്ടാകും. അപ്പം നമ്മളുടെ ആ ഒരു സ്ഥിതിയിലൂടെയാണ് ബാബയുടെ, നമ്മുടെ ഓരോ കർമ്മത്തിലൂടെ ആ ബാബയുടെ ചരിത്രം, അല്ലെ, ബാബ ഇങ്ങനെയായിരുന്നു ബാബയുടെ ഓരോ കർമ്മങ്ങൾ, അത് അനുഭവം മറ്റുള്ളവർക്ക് അനുഭവം ചെയ്യിക്കും. അതുപോലെ നമ്മുടെ ഓരോ വാക്കും ആ ബാബയുടെ ശക്തി അല്ലെങ്കിൽ ആ പ്രാപ്തിയുടെ അനുഭവവും മറ്റുള്ളവർക്ക് ചെയ്യിക്കുന്ന ബാബ പറയാ. ഉൻകാ സംഗ് റിയൽ ഹോനെ കെ കാരൺ പാരസ് കാ കാം കരേഗ. അവരുടെ ആ ഒരു സംഘം റിയൽ ആയത് കാരണം, അല്ലെ, കാരണം റിയാലിറ്റിയുള്ള കുട്ടികളാണ്, അവരിൽ റോയൽറ്റി കാണപ്പെടും. അവരുടെ സംഘത്തിലാണെങ്കിൽ ബാബ പറയുന്നത് അവർ റിയൽ ആയത് കാരണം പാരസിന്റെ ജോലിയും അവിടെ ചെയ്യുമെന്ന് ബാബ പറയാ. ऐसी रियलिटी वाली रॉयल आत्माएं ही ഫസ്റ്റ് ഡിവിഷൻ കെ അധികാരി ബൻതി ഹെ. ഇപ്രകാരമുള്ള റിയാലിറ്റി ആയിട്ടുള്ള റോയൽ ആത്മാക്കൾ തന്നെയാണ് ഫസ്റ്റ് ഡിവിഷനിലുള്ള അധികാരം നേടുന്നത്, അല്ലെ. സത്യയുഗത്തിലെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ റിയാലിറ്റി ആയിരിക്കണം, റോയൽറ്റിയും ഉണ്ടായിരിക്കണം. സ്ലോഗൻ, ശ്രേഷ്ഠ കർമ്മ കാ കാത്ത ബഡാവോ तो विकर्म का खाता समाप्त हो जाएगा. ബാബ പറയാണ്, വികർമ്മങ്ങളുടെ ആ ഒരു സമ്പാദ്യം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അതിനെ സമാപ്തമാക്കണമെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ ആ ഒരു സമ്പാദ്യം വർദ്ധിപ്പിക്കൂ. ശ്രേഷ്ഠമായിട്ടുള്ള ആ സമ്പാദ്യം വർദ്ധിപ്പിക്കാനാണ്. ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ സമ്പാദ്യം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ വികർമ്മങ്ങളുടെ കിടക്കുന്നുണ്ട്, അത് ഓൾറെഡി സമാപ്തമായിക്കോളുമെന്ന് ബാബ പറയാ. ഈ ബാബ അവ്യക്തി ശാരദരാണ്, അതായത് അശരീരിയായിട്ടും വിദേഹി സ്ഥിതിയുടെ അനുഭവം വർദ്ധിപ്പിക്കാനാണ് നമുക്ക് ഈ മാസത്തെ സൂചന. അതിൽ ബാബ പറയാണ്, ചാരോം ഓർ ഹൽചൽ ഹേ, വ്യക്തിയോം की प्रकृति की हलचल बढ़नी ही है. ऐसे समय पर सेफ्टी का साधन है सेकंड में अपने को विदेही अशരീരി വ ആത്മ അഭിമാനി ബനാ ലേന. ബാബ പറയണ 4 ഭാഗത്ത് നോക്കുകയാണെങ്കിലോ വളരെയധികം പ്രശ്നങ്ങളാണ്, അല്ലെ. വ്യക്തികൾക്കും പ്രകൃതിയിലെല്ലാം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയണ ഇങ്ങനെയൊരു സമയത്ത് സേഫ്റ്റി ആയിട്ടുള്ള സാധനയാണ് സെക്കൻഡിൽ നിങ്ങൾ വിദേഹിയാകുക, അല്ലെങ്കിൽ അശരീരിയായിട്ട് മാറുക, അല്ലെങ്കിൽ ആത്മ അഭിമാനിയായിട്ട് മാറുക. അതാണ് സേഫ്റ്റി ആയിട്ടിരിക്കുന്നത്. ഈ ഒരു പ്രകൃതിയുടെയും ഹൽച്ചലുണ്ടായിരിക്കും, വ്യക്തികളിലൊക്കെ അതുപോലെ തന്നെ പല രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ കാണുക. അപ്പം അങ്ങനെ ഒരു സമയത്ത് സേഫ്റ്റി ആയിട്ട്, അതായത് നമ്മൾ രക്ഷയായിട്ട് നമുക്ക് ഇരിക്കാനുള്ള തപസ്സാണ് സെക്കൻഡിൽ നമ്മൾ വിദേഹിയായിട്ട് മാറുക, അല്ലെങ്കിൽ അശരീരി, അല്ലെങ്കിൽ ആത്മാഭിമാനി. तो बीच बीच में ट्रायल करो, 1 सेकंड में मन बुद्धि को जहां चाहे वहां स्थित कर सकते हैं. ബാബ പറയുന്നത്, അപ്പൊ നിങ്ങൾ ഇടയിലിടയിൽ നിങ്ങൾ ഇത് ട്രയൽ ചെയ്യൂ, അതായത് 1 സെക്കൻഡിൽ മനസ്സിനെയും ബുദ്ധിയെയും എവിടെ വെക്കാനാണോ ആഗ്രഹിക്കുന്നത് അവിടെ ആ സ്ഥിതിയിൽ വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ അത് നമ്മൾ അഭ്യാസം ചെയ്യണം. ഇസ്കോ ഹി സാധന കഹാ ജാതാ ഹെ, ഇതിനെ തന്നെയാണ് തപസ് എന്ന് പറയുന്നത്. ഇനി ബാബ ഒരു സൂചന തരുന്നുണ്ട്. ആജ് മാസക തീസര രവിവാർ ഹെ, സബി രാജയോഗി തപസി ബായി ബഹനെ सायं 6:30 से 7:30 बजे तक विशेष योग अभ्यास के समय अपनी शुभ भावनाओं की श्रेष्ठ वृत्ति द्वारा मनसा महादानी बन सबको निर्भयता का वरदान देने की सेवा करे. അപ്പോൾ ഇന്ന് അതായത് നമ്മൾ എല്ലാ 3-ാമത്തെ ഞായറാഴ്ചയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബാബ പറയുന്ന 6:30 മുതൽ 7:30 വരെ വിശേഷിച്ചും ചെയ്യേണ്ട യോഗാഭ്യാസം എന്താ ബാബ പറയുന്നത്?
തൻ്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ മഹാദാനിയായി മാറി എല്ലാവർക്കും നിർഭയതയുടെ വരദാനം കൊടുക്കുക. ആ ഒരു സേവനം ചെയ്യാനാണ് ബാബ എന്ന് പറയുന്നത്. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.